സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഇഷ്ടപ്പെടുകയും അല്ലാഹുവിന്റെ മലക്കുകളാൽ അല്ലാഹു ബർക്കത്ത് ചൊരിയുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ ഇൽമിന്റെ, അറിവിന്റെ സദസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയത്. എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരുമിച്ചുകൂടലുകളും മതപഠനങ്ങളും ഈ സമൂഹത്തിനും കുടുംബത്തിനും നൽകുന്ന മാറ്റങ്ങൾ എന്ത്? വിശുദ്ധ ഖുർആനിന്റെ പഠനം കൊണ്ടും ഹദീസുകളുടെ പഠനം കൊണ്ടും കുടുംബങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ത് എന്നുള്ളതിന്റെ നേർക്കാഴ്ചകളാണ് അല്പമണിക്കൂറുകൾക്ക് മുൻപ് ഈ വേദിയിലും കഴിഞ്ഞ മാസങ്ങളിൽ പലതിലുമായി ഈ കുട്ടികൾ നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത്. ഞാനൊക്കെ പറയാറുണ്ട്, ദാറുൽ ബയ്യിനയെ പോലെ ഒരു മതപഠന ക്ലാസുകളുടെ പ്രസക്തി, അതിന്റെ ജീവിച്ചിരിക്കുന്ന ഒരു ഉദാഹരണമാണ് ഞാനും. 1998 SSLC വിദ്യാഭ്യാസം കഴിഞ്ഞ് പ്രീ ഡിഗ്രിയുമായി അന്നത്തെ കാലഘട്ടത്തിൽ മുൻപോട്ട് പോകാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായ ആരുടെയോ പ്രേരണ എന്റെ പിതാവിനും എന്റെ സഹോദരി ഭർത്താവിനും കിട്ടിയപ്പോ ഇതുപോലെ മതം പഠിക്കുന്ന ഒരു ശാലയിൽ, ഒരു സ്ഥാപനത്തിൽ അവരെന്നെയും കൊണ്ടച്ചു ചേർത്തു. ഞാൻ എന്റെ പ്രസംഗത്തിൽ ഒരു തമാശയായിട്ട് പറയാറുണ്ട്, ഞാൻ ആദ്യമായി ആ സ്ഥാപനത്തിൽ എത്തുന്ന സമയത്ത് അതിന്റെ ഇന്റർവ്യൂ നടക്കുമ്പോ എനിക്ക് അതുവരെ പരിചയമില്ലാത്ത ഒരു അധ്യാപകൻ എന്നോട് ചോദിച്ചു, മാ ഹുവ തൗഹീദ്. ഇന്നതിന്റെ അർത്ഥം എനിക്കറിയാം, എന്താണ് തൗഹീദ്. പക്ഷേ അന്ന് എനിക്കതിന്റെ അർത്ഥം അറിയില്ല. മാ ഹുവ തൗഹീദ് എന്ന് ചോദിച്ചപ്പോ പ്രത്യേകിച്ചൊരു ഉത്തരമൊന്നും പറയാൻ കിട്ടാതെ ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോ വീണ്ടും അദ്ദേഹം ചോദിച്ചു, എന്താണ് ഏകദൈവ വിശ്വാസം? പരിമിതമായ അറിവ് വെച്ച് ആ ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് അറിയിച്ചു കൊടുത്ത ആ സെക്കൻഡ് മുതൽ 6 വർഷത്തോളം ആ സ്ഥാപനത്തിൽ നിൽക്കുകയും പിന്നീട് ഈ കേരളക്കരയിൽ ഈ സെക്കൻഡ് വരെ എന്റെ കുടുംബത്തിനും എന്റെ സമൂഹത്തിനും നേർവഴി കാണാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർക്കുമെല്ലാം എന്നാൽ അറിയുന്ന അറിവുകൾ എത്തിച്ചു കൊടുക്കാൻ എന്നെ പര്യാപ്തമാക്കിയത് എന്റെ ആ മത പഠന വിദ്യാഭ്യാസ രംഗമാണ്. ഇന്ന് നമ്മൾ വെച്ചിട്ടുള്ള ഈ ഓരോ തൈകളും നാളെ ദാറുൽ ബയ്യിനയുടെ ഉള്ളിൽ നിന്നും പുറത്തേക്കിറങ്ങുമ്പോ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കെട്ടുകഥകളുമായി നടക്കുന്ന കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ മുൻപിലല്ല, അതിനേക്കാളേറെ ഈ ലോകത്തുള്ള സർവമാന മനുഷ്യർക്ക് മുൻപിലും ഒരു വലിയ പടുവൃക്ഷമായി, ഫലവൃക്ഷമായി ഇവർക്ക് മാറാൻ സാധിക്കും എന്ന് പൂർണ്ണ വിശ്വാസത്തോടുകൂടി തന്നെയാണ് ഈ ദാറുൽ ബയ്യിന ഈ വിദ്യാഭ്യാസ രംഗവുമായി മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഏത് നിമിഷവും ഈ ലോകത്ത് നിന്നും തിരിച്ചു പോകേണ്ടവനാണ് ഞാനും നിങ്ങളും. ലോകം ഇത്രയേറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും, ഓരോരുത്തരുടെ കൈകളിൽ കോടിക്കണക്കിന് പണമുണ്ടെങ്കിലും, റബ്ബ് നിശ്ചയിച്ച മരണം അതേത് നിമിഷവും നമ്മളെ തേടി വരും. കുചേലനെന്നോ കുബേരനെന്നോ വ്യത്യാസമില്ലാതെ, തറവാടുള്ളവൻ തറവാടില്ലാത്തവൻ എന്ന വ്യത്യാസമില്ലാതെ, ഒരുപാട് പ്രാരാബ്ധത്തിൽ ജീവിക്കുന്നവൻ, ഒരുപാട് സ്വപ്നം കണ്ട് ജീവിക്കുന്നവൻ,
1000 ആഗ്രഹങ്ങളുമായി ജീവിക്കുന്നവൻ എന്ന പരിഗണനയില്ലാതെ ഒരു നാൾ മരണം എന്നെയും നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. അതുകൊണ്ടാ തഴവ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ പാടിയതും വലദ്ക ഉമ്മുക യബ്ന ആദമ ബാക്കിയ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ ഫഅമൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫി യൗമി മൗതിക ലാഹികൻ മസ്റൂറാ വലദ്ക ഉമ്മുക യബ്ന ആദമ ബാക്കിയ. ആദമിന്റെ മക്കളെ, ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്നവർ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോ അവർക്ക് നടുവിൽ കരയുന്നവനായിട്ടാണ് നിങ്ങൾ ജനിച്ചിട്ടുള്ളത്. ജനിച്ച കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ ആശുപത്രി മുഖമാകും. ജനിച്ച കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ കുടുംബക്കാര് വെപ്രാളപ്പെടും, ഡോക്ടർമാര് സങ്കടപ്പെടും. ആ കരയുന്ന കുട്ടിയുടെ അരികിൽ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ, അന്ന് നമ്മളുടെ കരച്ചിൽ കണ്ട് ചിരിച്ചവരായിരുന്നു എല്ലാവരും. ഫഅമൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫി യൗമി മൗതിക ലാഹികൻ മസ്റൂറാ. നിനക്ക് ജീവിതത്തിൽ ഒരു ദിനം വരാനുണ്ട്, അന്ന് നിന്റെ ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്ന ആളുകളൊക്കെ വിതുമ്പിക്കരയുന്ന ഒരു ദിനം, നിന്നെയോർത്ത് പൊട്ടിക്കരയുന്ന ഒരു ദിനം, നിന്റെ നെഞ്ചിലേക്ക് കമന്നടിച്ചു വീണ് കരയുന്ന ഒരു ദിനം, നീ ചെയ്ത നന്മകൾ ഓർത്ത് വിങ്ങിപ്പൊട്ടുന്ന ഒരു ദിനം. ആ ദിനം നിനക്ക് പുഞ്ചിരിയോടുകൂടി പടച്ച റബ്ബിന്റെ അരികിലേക്ക് മടങ്ങണമെങ്കിൽ ഫഅമൽ ബിനഫ്സിക, നിനക്ക് നീ അധ്വാനിച്ചു തുടങ്ങണം. നിന്റെ ആഖിറത്തിന് വേണ്ടി നീ പരിശ്രമിച്ചു തുടങ്ങണം. ഏത് നിമിഷവും ആ മരണം നമ്മളെ തേടിയെത്തും. അതുകൊണ്ടാണല്ലോ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് നമ്മളൊരു മരണവാർത്ത കേട്ടു. പെരുന്നാളിന്റെ 2 ദിവസങ്ങൾക്കപ്പുറം സാബിർ എന്നൊരു ചെറുപ്പക്കാരൻ തന്റെ 2 കൂട്ടുകാരോടൊപ്പം ഒരു സന്തോഷത്തിന് വേണ്ടി ഒരു വിനോദയാത്ര പുറപ്പെട്ടു. ഊട്ടിക്കടുത്തുള്ള ഗുഡല്ലൂര് മലമുകളിലേക്ക് കയറുമ്പോ അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചമെന്ന വർണ്ണലോകം ഒന്ന് കാണണമെന്ന് മാത്രമേ ആ 3 പേർക്കുള്ളൂ. ഗുഡല്ലൂരിലെ മലമുകളിലേക്ക് എത്തിയപ്പോ ആദ്യം സാബറിന്റെ അടുത്തേക്ക് 2-3 കടന്നലുകൾ വന്നു. കയ്യിലുള്ള ടവലും ഷർട്ടയിച്ചും ആ മൂളിപ്പറക്കുന്ന കടന്നലുകളെ ഒന്ന് തുരത്താൻ ശ്രമിച്ചു. മിനിറ്റുകൾ വ്യത്യാസത്തിൽ ആയിരക്കണക്കിന് കടന്നലുകൾ ആ ചെറുപ്പക്കാരന്റെ ശരീരം പൊതിഞ്ഞു. ഒന്നോടാൻ പോലും സാധ്യമാകാത്ത നിലക്ക് നിസ്സാരമായൊരു ഈച്ചയെ കൊണ്ട് അല്ലാഹു ആ മനുഷ്യനെ പരീക്ഷിക്കാൻ തുടങ്ങി. കൂട്ടത്തിലുള്ള 2 കൂട്ടുകാരൻ പല രംഗത്ത് പല രീതിയിൽ ആ സഹോദരനെ സഹായിക്കാൻ ശ്രമിച്ചിട്ടും കടന്നലുകളുടെ ചീറിയെടുക്കൽ കണ്ട് അവർക്കും മാറി നിൽക്കേണ്ടി വന്നു. മിനിറ്റുകൾക്കപ്പുറം ശരീരത്തിന്റെ സർവ്വഭാഗത്തും ആ കടന്നലുകൾ അവരുടെ കൊമ്പുകൾ കുത്തിത്താഴ്ത്തിയതിന്റെ പേരിൽ പിന്നീട് മണിക്കൂറുകൾക്കപ്പുറം ഫയർഫോഴ്സുകാരൻ തീപ്പന്തം കത്തിച്ചു വരുമ്പോഴേക്കും ആ ചെറുപ്പക്കാരൻ അള്ളാഹുവിന്റെ അരികിലേക്ക് മടങ്ങിയിരുന്നു. അതാണ് റബ്ബ് ആവർത്തിച്ച് നമ്മളെ പഠിപ്പിക്കുന്നതും. റബ്ബിന്റെ വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് നമ്മളെ ആവർത്തിച്ച് പഠിപ്പിക്കുന്ന വാക്കുമത. തീർച്ചയായും മനുഷ്യരെ മിൻ അയ്യു ശൈഇൻ ഖലഖഹു മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ സുമ്മ സബീല യസ്സറ സുമ്മ അമാതഹു ഫഅക്ബറ സുമ്മ ഇദാ ശാഅ അൻശറ. ഏതൊരു വസ്തുവിൽ നിന്നാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ശ്രവിക്കപ്പെടുന്ന പിതാവിന്റെ നിസ്സാരമായ ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് ഈ കാണുന്ന പ്രപഞ്ചം എന്ന ലോകത്തേക്ക് റബ്ബ് നിങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഏത് സെക്കൻഡും ഈ ദുനിയാവ് നിങ്ങളെ വഞ്ചിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ മണ്ണിന്റെ അടിയിലേക്കുള്ള പാതയൊരുക്കും. മത്സരങ്ങളുടെ ലോകത്ത് ദുനിയാവ് വെട്ടിപ്പിടിക്കാനും വാരിപ്പിടിക്കാനും തോൽക്കാതിരിക്കാനും തോൽപ്പിക്കാനും വേണ്ടി ഈ ഓടുന്ന ഈ ദുനിയാവിന്റെ ഏതോ ഒരു സെക്കൻഡിൽ ആ തിരിച്ചുള്ള വിളി നമുക്കുണ്ടാകുമെന്നും അതുകൊണ്ട് തന്നെ നശ്വരമായ ദുനിയാവിൽ ഒരിക്കലും ശാശ്വതമായി ജീവിക്കാനല്ല, ഒരിക്കലും നശിക്കാത്ത റബ്ബിന്റെ ആഖിറമെന്ന സ്വർഗ്ഗലോകത്തേക്കുള്ള ജീവിതത്തിന്റെ പ്രയാണമാണ്
ഈ ദുനിയാവിൽ അല്ലാഹു തആല ആവർത്തിച്ച് പഠിപ്പിക്കുന്നു. അതാണ് റബ്ബ് സൂചിപ്പിച്ചതും വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. തീർച്ചയായും ദുനിയാവ് ഒരു വഞ്ചനയുടെ വിഭവം മാത്രമാണ്. എന്തുകൊണ്ടാ റബ്ബ് ദുനിയാവ് വഞ്ചനയുടെ ലോകമാണെന്ന് പറയാനുള്ള കാരണം, ഈ ദുനിയാവിലെ എന്തിനും ഏതിനും ഒരു പരിധിയുണ്ട്. അല്ലാഹു നൽകുന്ന എല്ലാം നശിക്കാനുള്ളതാണ്. എന്തിനേറെ ഈ ദുനിയാവ് പോലും ഏത് നിമിഷവും നശിക്കാനുള്ളതാണ്. അതുകൊണ്ടാ റബ്ബ് പഠിപ്പിച്ചതും ബൽ തുസിറൂനൽ ഹയാത്തുദ് ദുനിയാ വല്ലാഹിറതു ഖൈറുൻ വഅബ്ഖാ. തീർച്ചയായും ദുനിയാവ് അത് നശ്വരമാണ്, ഏത് നിമിഷവും നശിച്ചു പോകാനുള്ളതാണ്. വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖാ. ആഖിറമാകട്ടെ എന്നെന്നും നിലനിൽക്കുന്നതാണ്. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് പത്രത്തിൽ ഒരു ഒരു സങ്കടത്തിന്റെ വാർത്തയുണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേരത് വായിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ഒരു ചെറുപ്പക്കാരൻ തന്റെ കൂട്ടുകാരോടൊപ്പം തോട്ടിലെ വെള്ളം വറ്റിച്ച് മീൻ പിടിക്കാൻ തീരുമാനിച്ചു. കൂട്ടുകാരോടൊപ്പം കയറിച്ചെന്ന് വെള്ളമൊക്കെ വറ്റിച്ച് ചളിക്കടയിൽ പുതഞ്ഞു കിടക്കുന്ന മീനുകളെ പിടിക്കാൻ വേണ്ടി കൈ ചളിക്കുള്ളിലേക്കിട്ടു. ആ ചെറുപ്പക്കാരൻ തന്നെ പറയുന്നുണ്ട്, മീനിന്റെ കൊമ്പ് കൊണ്ടതാണോ മുള്ളുകൊണ്ടതാണോ, ഇനി ആ മീൻ കുത്തിയതാണോ, ചൂണ്ടുവിരലിന്റെയോ അല്ലെങ്കിൽ ചൂണ്ടുവിരലിന്റെ അല്പഭാഗത്ത് ഒരു ചെറിയ പോറലുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് വലിയ കടച്ചിൽ അനുഭവപ്പെട്ടു. എന്റേതായ ചില വൈദ്യമൊക്കെ ഞാൻ ചെയ്തു. പക്ഷേ പിറ്റേന്ന് നേരം വെളുത്തപ്പോ കയ്യിന്റെ ചൂണ്ടുവിരൽ ഒന്നാകെ തടിക്കാൻ തുടങ്ങി. മണിക്കൂറുകൾ പോകുന്നതിനനുസരിച്ച് കയ്യിന്റെ എല്ലാ വിരലുകളും തടിക്കാൻ തുടങ്ങി. അസഹ്യമായ വേദന, അങ്ങേയറ്റം വേദന പ്രയാസപ്പെടുത്തിയപ്പോ ഞാനൊന്ന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പുറപ്പെട്ടു. പരിശോധിച്ച ഡോക്ടർ ആദ്യം പറഞ്ഞത് എന്റെ കൈ മുറിച്ചു മാറ്റണം എന്നായിരുന്നു. മുറിച്ചു മാറ്റപ്പെട്ട ഒരു കൈയുമായി കാണാൻ വരുന്ന കുടുംബക്കാരോടും നാട്ടുകാരോടും നിറക്കണ്ണുകളോടുകൂടി ആ ചെറുപ്പക്കാരൻ സങ്കടം പറയുന്നുണ്ടെങ്കിൽ അതാണ് റബ്ബ് പഠിപ്പിച്ചതും വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. തീർച്ചയായും ദുനിയാവ് ഒരു വഞ്ചനയുടെ ലോകമാണ്. റബ്ബ് എന്ത് നൽകിയിട്ടുണ്ടോ ഏത് നിമിഷവും അള്ളാഹു അത് തിരിച്ചു കൊണ്ടുപോകും. അതുകൊണ്ടൊരിക്കലും ദുനിയാവിനെ ശാശ്വതമായൊരു ജീവിതത്തിന്റെ ഭാഗമായി കാണരുതെന്നും ഈ ദുനിയാവ് ഒരു ഇടത്താവളം മാത്രമാണെന്നും ഒരിക്കലും അവസാനിക്കാത്ത റബ്ബിന്റെ അരികിലേക്കുള്ള ഒരു യാത്രയാണ് ജീവിതമെന്നും നമുക്കെന്ന് നമ്മുടെ ഹൃദയത്തെ പഠിപ്പിക്കാൻ സാധിക്കുന്നോ അന്നേ നമ്മുടെ വിശ്വാസം രക്ഷപ്പെടൂ, അന്നേ നമ്മുടെ കുടുംബം രക്ഷപ്പെടൂ, അന്നേ നമ്മളുടെ സമൂഹം രക്ഷപ്പെടൂ. ഈ വളരുന്ന മക്കൾ എനിക്ക് ദുനിയാവിലെ സൽപ്പേരിനല്ലെന്നും നാളെ ആഖിറത്തിൽ എന്റെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയാണെന്നും ഒരു മാതാപിതാക്കൾക്ക് എന്ന് ചിന്തിക്കാൻ പറ്റുന്നുവോ അന്നേ കുടുംബത്തിൽ മക്കളെ ദീനീ ചിട്ടയിൽ വളർത്താനുള്ള നിയ്യത്തും ത്യാഗവും രക്ഷിതാക്കളിലുണ്ടാകൂ. എന്റെ പണം, എന്റെ അധ്വാനം എനിക്ക് തോന്നിയതുപോലെ ഉപയോഗിക്കാൻ എന്ന് ചിന്തിക്കുന്നതിൽ നിന്ന് എനിക്കെന്റെ റബ്ബ് തന്നതാണ് പണം. ആ നൽകപ്പെട്ട പണത്തെക്കുറിച്ച് റബ്ബ് ചോദിക്കും, എവിടെ നിന്ന് സമ്പാദിച്ചു, എവിടെയൊക്കെ ചെലവഴിച്ചു എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറയേണ്ടി വരും എന്നൊരാൾ ചിന്തിക്കുമ്പോൾ മാത്രമേ അവന്റെ സമ്പത്ത് നന്നാവൂ. എന്റെ വിശ്വാസം റബ്ബ് ചോദ്യം ചെയ്യുമെന്നും നാളെ റബ്ബിന്റെ മണ്ണിലേക്ക് ഇറക്കി വെക്കപ്പെടുമ്പോൾ റബ്ബ് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം മൻ റബ്ബുക, നിന്റെ രക്ഷിതാവ് ആരാണ്? ആ ചോദ്യത്തിന് എനിക്ക് കൃത്യമായി മറുപടി പറയണമെങ്കിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന സൃഷ്ടാവിനോട് ഏതവസ്ഥയിലും പ്രാർത്ഥിച്ച് സഹായം ചോദിക്കുന്ന കറകളഞ്ഞൊരു മുവഹിദും മുഹ്സിനും മുഖ്ലിസുമാകണം എന്നൊരു മനുഷ്യന് തോന്നുമ്പോൾ മാത്രമേ അവന്റെ വിശ്വാസം രക്ഷപ്പെടൂ. ഇങ്ങനെ ജീവിതത്തിന്റെ ഏതേത് രംഗത്തും നാളെ തിരിച്ചുള്ളൊരു യാത്ര ഏത് സെക്കൻഡും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന ബോധത്തോടുകൂടി ആർക്ക് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ സാധിക്കുന്നുവോ അവർക്കാണ് അല്ലാഹു ആഖിറത്തിൽ ഏറ്റവും നല്ല സ്വാഗതം അരുളുക എന്ന് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി. ഉഹദ് യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, റബീഅ, താങ്കളുടെയും സ്വർഗത്തിന്റെയും ഇടയിലുള്ള ഒരു മറയാവാം ഈ യുദ്ധം. അത് കേട്ടുകൊണ്ടാണ് സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു ഉഹദിന്റെ യുദ്ധക്കളത്തിലേക്ക് പുറപ്പെടുന്നത്. ഉഹദ് യുദ്ധം അവസാനിക്കുന്ന സമയത്ത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഒരുപാട് സഹാബാക്കൾക്ക് പരിക്ക് പറ്റി, മാരക മുറിവ് പറ്റി.
അങ്ങനെ സഹാബാക്കളിൽ ഓരോരുത്തരുടെയും വിവരം അന്വേഷിക്കുമ്പോൾ സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ ഹബീബ് കാണുന്നില്ല. സഅദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ അടുത്തേക്ക് വിളിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സാബിത്ത്, താങ്കൾ ഉഹുദിലൂടെ ഒന്ന് നടക്കണം. എന്നിട്ട് റബീഅയെ കണ്ടാൽ റബീഅ ഇപ്പോൾ എന്താണ് അവസ്ഥ എന്ന് ചോദിക്കണം. ഉഹുദിന്റെ രണാങ്കണത്തിലൂടെ സഅദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു പോകുമ്പോ 26 പരം വെട്ടുകൾ കിട്ടി. സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു വേദന കൊണ്ട് കിടക്കുന്ന കാഴ്ച കണ്ടു. സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ചെന്ന് സഅദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ചോദിച്ചു, റബീഅ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചിട്ട് വന്നതാണ് ഞാൻ. താങ്കളുടെ വിവരം അന്വേഷിക്കാനാണ് എന്നെ പറഞ്ഞയച്ചത്. ഞാൻ ഹബീബായ നബി തങ്ങളോട് എന്തു പറയണം? റബീഅ റളിയല്ലാഹു അൻഹു ആ വേദനക്കിടയിലും തിരിച്ചു പറഞ്ഞു, സാബിത്ത്, താങ്കൾ റസൂലിനോട് പറയണം റബീഅയുടെ അവസ്ഥ മനോഹരമാണ് എന്ന്. റബീഅ സ്വർഗത്തിന്റെ മണം അനുഭവിക്കുന്നുണ്ടെന്ന് പറയണം. റബീഅ നാളെ റബ്ബിന്റെ സ്വർഗത്തിൽ ഹബീബായ പ്രവാചകനെ കാത്തിരിക്കുന്നുണ്ട് എന്ന് താങ്കൾ പറയണം. ആ വാക്കും കേട്ട് സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് അദ്ദേഹത്തെ ഒന്ന് താങ്ങിയെടുക്കാൻ നോക്കുമ്പോഴേക്കും സഅദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിലേക്ക് റബീഅ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു വീണു. ആ സഹാബത്തിന്റെ ജീവിതവും ലോകത്തുള്ള സർവമാന സഹാബാക്കളും ആഗ്രഹിച്ചത് ജീവിതം കൊണ്ട് റബ്ബിന്റെ സ്വർഗം നേടുക എന്നതായിരുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും കാത്തുവെച്ചിട്ടുള്ള ആ സ്വർഗം എന്ന ലോകത്തേക്ക്, ആ മടക്കത്തിന് ഏത് സെക്കൻഡും തയ്യാറാണ് എന്ന ബോധത്തോടുകൂടി നമുക്കോരോരുത്തർക്കും ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ സാധിക്കണം. അതാണ് റബ്ബ് നമ്മളെ ഓർമ്മപ്പെടുത്തി തന്നതും. ആവർത്തിച്ച് മദീന പള്ളിയുടെ മിമ്പറിൽ വെച്ച് ലോകത്തിന്റെ പ്രവാചകനും സഹാബാക്കളും ഈ സമൂഹത്തെ പഠിപ്പിച്ച ഏറ്റവും വലിയ ദിക്റ്, സർവ ആസ്വാദനങ്ങളും നിലപ്പിച്ചു കളയുന്ന, ലോകത്ത് നമ്മളുടെ മരണം കൊണ്ട് ഒരു ചുരുക്കം സംഭവിക്കാനില്ലാത്ത, ലോകത്തൊരു പണക്കാരനും ഈ ലോകത്ത് നിന്നും തടഞ്ഞു കൊണ്ടുപോകാൻ പറ്റാത്ത, ലോകത്തേതെങ്കിലും ഒരു ഭർത്താവിന് ഏതെങ്കിലും ഒരു ഭാര്യയെ സംരക്ഷിക്കാനാവാത്ത, ലോകത്തുള്ള മക്കൾക്ക് ഏതൊരു മാതാപിതാക്കളെയും രക്ഷപ്പെടുത്താൻ സാധിക്കാത്ത ആ മരണത്തിലേക്ക് എത്തുന്നതിന്റെ മുൻപ് നമ്മളെ ജീവിതം നമുക്ക് ചിട്ടപ്പെടുത്തിയേ മതിയാകൂ. പക്ഷേ ഇന്ന് നമ്മളിൽ പലരുടെയും അവസ്ഥ, എത്രയോ വിശ്വാസങ്ങൾ വൈകല്യമാക്കപ്പെടുന്നു. ഏകനായ സൃഷ്ടാവിലേക്ക് മടങ്ങേണ്ടതിനു പകരം സൃഷ്ടികളിലേക്കും ഇല്ലാത്ത അന്ധവിശ്വാസങ്ങളിലേക്കും മനുഷ്യൻ ചേക്കേറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു വാർത്ത, കേരളക്കരയിലുള്ള ഒരു മുദബ്ബിറുൽ ആലമാണ് ഈ ലോകം നിയന്ത്രിക്കുന്നതെന്നും അതിനേക്കാളേറെ ഗർഭം ധരിക്കാത്ത സ്ത്രീകൾക്ക് കോഴിക്കാല് കൊടുത്ത് ഗർഭമുണ്ടാക്കുന്നത് മുതൽ ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടിയെ താഞ്ഞു നിർത്തി തടഞ്ഞു നിർത്തി ഗുണദോഷിക്കുന്നത് മുതൽ ആകാശത്ത് കൂടെ പറന്നു പോകുന്ന ഫ്ലൈറ്റ് പിടിച്ചിറക്കി പോകുന്നത് മുതൽ തലേക്കെട്ടുകാര് പ്രചരിപ്പിക്കുന്ന അന്ധവിശ്വാസങ്ങളിലൂടെ ഇന്ന് പലരും മുസ്ലിം ഉമ്മത്തിനെ കൊഞ്ഞനം കുത്താൻ തുടങ്ങി. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് പൂർണ്ണ ഗർഭിണിയായ തന്റെ ഭാര്യ 5ാമത്തെ പ്രസവത്തിന് ആ പെണ്ണിന്റെ വയറിലൂടെ പുറത്തേക്ക് വന്ന കുഞ്ഞിന്റെ പൊക്കിൾ പൊടി മുറിച്ചു മാറ്റാൻ റോട്ടിന്റെ അടിയിലേക്ക് ഓടിച്ചെന്ന് ഒരു പണം കൊടുത്ത ബ്ലേഡ് വാങ്ങി തിരിച്ചു വന്ന് ആ കുഞ്ഞിന്റെയും ഉമ്മയുടെയും പൊക്കിൾ പൊടി മുറിച്ചു മാറ്റാൻ മാത്രം വിവരമില്ലായ്മ കൊണ്ടു നടക്കുന്ന അന്ധവിശ്വാസികൾ ഇന്ന് ഈ കേരളക്കരയിലുണ്ടെങ്കിൽ, ഈ കണ്ണൂരിന്റെ മണ്ണിൽ പാവപ്പെട്ട ഒരു പെൺകുട്ടി അപസ്മാരം ബാധിച്ചിട്ടും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാതെ പിതാവിന്റെ ഏതോ ആശ്രിതനും ആളുകളും മന്ത്രിച്ചൂതി കൊടുത്ത ഏലസുകൾ കയ്യിലും അരയിലും കെട്ടി സ്വന്തം വാപ്പാന്റെ മടിയിൽ കിടന്ന് ഒരു 13 വയസ്സുകാരി ഈ കേരളക്കരയിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ, ഈ കണ്ണൂർ ജില്ലയിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആദ്യം നമ്മൾ ശുദ്ധീകരിക്കേണ്ടത് മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന പുരോഹിതന്മാര് കള്ളക്കെട്ടുകഥകളുമായി വരുന്ന ഏകദൈവ വിശ്വാസത്തിൽ മാത്രമായിരിക്കണം. കാരണം ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട സർവ്വപ്രവാചകന്മാരും ആ തൗഹീദിന് വേണ്ടിയ ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ടത്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹിയ ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുൻ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ നൂഹ് നബി അലൈഹിസ്സലാത്തു
വസ്സലാം മുതൽ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട 1,00,000 പ്രവാചകന്മാരകിലവും ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്തത് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന മഹത്തായ സന്ദേശത്തിന് വേണ്ടിയായിരുന്നു. മക്ക ജീവിത കാലഘട്ടത്തിൽ ഉയർത്തപ്പെട്ട ലാത്തയുടെ കബറുകൾ അടിച്ചു നിരപ്പാക്കാൻ മൺവെട്ടി അലി ഇബ്നു അബീ ത്വാലിബിന്റെ കയ്യിൽ കൊടുത്ത ഒരു പ്രവാചകന്റെ അനുയായികളാണ് നമ്മളെങ്കിൽ, ഉസ്സ എന്ന മരം തകർക്കാൻ വേണ്ടി കഅബ് ഇബ്നു മാലിക്കിന്റെ കയ്യിൽ കോടാലി കൊടുത്ത ഒരു പ്രവാചകന്റെ അനുയായികളാണ് നമ്മളെങ്കിൽ, മനാത്ത് എന്ന കൽബിംബത്തെ തച്ചുടയ്ക്കാൻ ഇരുമ്പ് വെട്ടികൾ അല്ലെങ്കിൽ മേട്ടികൾ സഹാബത്തിന്റെ കയ്യിൽ കൊടുത്ത് മക്കൻ ഫതഹിന്റെ അന്ന് അല്ലയോ കഅബ്, അല്ലയോ അലി, ഒരു നെരിയാണിയുടെ മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന ഒരു കബർ പോലും നിങ്ങൾ വിട്ടേക്കരുതേ എന്ന് ഈ ലോകത്തിന് വേദം ഓതിക്കൊടുത്ത ആ പ്രവാചകന്റെ അനുയായികൾക്ക് ഒരിക്കലും ഒരു ജാറത്തിങ്കൽ പോയി ആ ജാറം മൂടി മക്ബറയെ ആരാധിച്ച് മന്ത്രിച്ചൂതുന്ന ഏലസുകൾക്കും വെള്ളത്തിനു വേണ്ടി കാത്തു നിൽക്കാൻ അവകാശമില്ലെന്ന് ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. കാരണം അള്ളാഹുവിന്റെ മണ്ണിലേക്ക് ചേർന്നു കിടക്കുമ്പോൾ റബ്ബ് ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം ഈ ആയുസ്സിൽ കണ്ടെത്തണമെങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവിതം തൗഹീദിൽ ഉറച്ചു നിൽക്കാനാവണം. കക്ഷിത്വത്തിന്റെ വർത്തമാനമല്ല, ഇതാരെയും ജയിക്കാൻ വേണ്ടിയിട്ടല്ല. വാരത്തോട് വക്കിൽ അപകടം പറ്റിക്കിടക്കുന്ന ചെറുപ്പക്കാരന്റെ ചോര ചുവന്ന കളറാണെങ്കിൽ അവന്റെ ജാതിയോ അവന്റെ മതമോ അവന്റെ കുലമോ അവന്റെ നിറമോ പരിഗണിക്കാതെ വാരിപ്പിടിച്ച് കൊണ്ടുപോകാൻ മാത്രം ഒരു മനുഷ്യന്റെ മനസ്സ് പാകപ്പെടുന്നുണ്ടെങ്കിൽ അതേ മനസ്സോടെ എന്റെ മുൻപിലിരിക്കുന്ന എന്റെ ഉമ്മത്തിനോട് പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, റബ്ബിനോട് മാത്രം നിങ്ങൾ ആരാധനയോടെ പ്രാർത്ഥനയോടെ സഹായത്തോടുകൂടി ആ റബ്ബിലേക്ക് നിങ്ങൾക്ക് ചേർന്ന് നിൽക്കാൻ സാധിക്കണം. അല്ല എങ്കിൽ റബ്ബിനെ കൈവിട്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ പല അബദ്ധങ്ങളും സംഭവിക്കും. കൊടിയ ശിർക്കിലേക്ക് നിങ്ങൾ എത്തിപ്പെടും. മരണം അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ആളുകളുടെ കൂട്ടത്തിലാവും. അതുകൊണ്ട് ഇന്ന് ചിലർക്കൊരു ധാരണയുണ്ട്, ഒരാൾ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ ആളുകൂടിയ ആ മയ്യത്തിന് വലിയ ബർക്കത്താണ്. അങ്ങനെയൊരു ധാരണയായി ഇന്ന് പലർക്കും. വാരമങ്ങാടിയിലോ കണ്ണൂരിലോ ഒരു മരണം സംഭവിക്കുമ്പോ ആളുകൾ ഇങ്ങനെ നോക്കും, എത്ര മയ്യത്ത് നിസ്കരിക്കാൻ ആളുണ്ട്. ആ മരണത്തിന് ശേഷവും മയ്യത്ത് നിസ്കാരം കഴിഞ്ഞാൽ പലരും പറയുന്നൊരു മറുപടിയില്ലേ, ഇതുപോലത്തെ ഒരു മയ്യത്ത് നിസ്കാരം ഞങ്ങൾ വാരക്കടവിൽ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിൽ അങ്ങനെ ഒരു മയ്യത്ത് നിസ്കാരം കണ്ടിട്ടില്ല. അത്രക്കും ജനം. അതാണോ മയ്യത്തിന്റെ പോലീസ? ഇന്ന് ഒന്നും കൂടി പരിഷ്കരിച്ച് ചിലര് മരിച്ചു മറമാടിയ കബറിങ്കല് വെറുതെ കാലും താലയും ഒന്നറിയാൻ വേണ്ടി നാട്ടിവെച്ച ഒരു മുല്ലക്കൊമ്പോ എന്തെങ്കിലും ഒരു കൊമ്പോ അത്യാവശ്യം തയ്ച്ചു വളർന്നാൽ ആളുകൾ പറയും, ആ കബറാളിക്ക് വലിയ പുണ്യാട്ടോ, കബറും പുറത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഇലയൊക്കെ നല്ലോണം ഉണ്ടായിട്ടുണ്ട്. ഇതേത് ഇസ്ലാമിലാ ലോകത്തിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച്? അള്ളാന്റെ ഹബീബായ തിരുദൂതൻ കൃത്യമായി പഠിപ്പിച്ചൊരു വാക്കുണ്ട്, മൻമാത്ത, ആരെങ്കിലും മരണപ്പെട്ടു, ഫയഖൂമു അലാ ജനാസതി 40 റജുലൻ, ആ മരണപ്പെട്ടവന്റെ മയ്യത്ത് നമസ്കരിക്കാൻ 40 പുരുഷന്മാര് വന്നു, 40 പേര് വന്നു. അവന്റെ മയ്യത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്നു, മയ്യത്തിന് വേണ്ടി നമസ്കരിച്ചു. ആ നമസ്കാരത്തിൽ അവർ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു വഅഫീഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സി മദ്ഖലഹു എന്ന ആ മനോഹരമായ പ്രാർത്ഥന ആ കബറാളിക്ക് വേണ്ടി ചൊല്ലിക്കൊടുത്തു. ശരി, ഇല്ലാ ശഫഅഹുല്ലാഹു അൻഹും, റബ്ബിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, ആ 40 പേരുടെ ശുപാർശ അല്ലാഹു സ്വീകരിക്കും. അവിടെ അവസാനിച്ചിട്ടില്ല ആ ഹദീസ്. തൊട്ടടുത്ത വാക്കിൽ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, ആ 40 പേരാരാവണം? ഇല്ല, അവർ മുശ്രിക്കുൻ, അവർ മുശ്രിക്കാവാൻ പാടില്ല, അവർ അള്ളാഹുവിൽ പങ്കു ചേർത്തവരാകാൻ പാടില്ല. ഒരിക്കലും റബ്ബിൽ പങ്കു ചേർക്കാത്ത, ഒരാശങ്കയോടെയും റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിക്കാത്ത, അഥവാ പൂർണ്ണമായും എനിക്കെന്റെ റബ്ബുണ്ടെന്ന ബോധത്തോടുകൂടി പ്രാർത്ഥിക്കേണ്ടതിന് പകരം റബ്ബല്ലാത്ത ചിലതിൽ നിന്നും
എനിക്ക് സഹായം കിട്ടുമെന്ന ഒരാശങ്കയില്ലാതെ എനിക്കെന്റെ റബ്ബ് മതി, ഹസ്ബിയല്ലാഹ് വനിഅമൽ വകീൽ എന്ന ഇബ്രാഹിം നബിയുടെ വാക്കുപോലെ ആളിക്കത്തുന്ന തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ കത്തുന്നത് തീയാണെന്ന് 100% ബോധ്യപ്പെട്ടിട്ടും ആ തീയെ സൃഷ്ടിച്ച സൃഷ്ടാവാണ് എന്നെ കാക്കേണ്ടതെന്ന ബോധത്തോടുകൂടി ഹസ്ബിയല്ലാഹ് എനിക്കെന്റെ റബ്ബ് മതി എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ഇബ്രാഹിം നബിയെ പോലെ മാരക അസുഖം ബാധിച്ച് ചീഞ്ഞളിഞ്ഞ ശരീരവും ദുർഗന്ധം പരത്തുന്ന ശരീരവുമായി നാട്ടുകാർ വെറുത്തിട്ടും ഇന്നീ മസനിയം ദുർറു വഅൻത അർഹമുർ റഹീമീൻ, എന്റെ സൂക്കേട് മാറ്റിത്തരണമേ റബ്ബേ എന്ന് മഹാനായ അയ്യൂബ് നബി പ്രാർത്ഥിച്ചതുപോലെ, മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതുപോലെ, എന്തിന് ബദറിൽ ആ മരുഭൂമിയിൽ 900 ശത്രുക്കൾക്ക് നേരെ 314 സഹാബത്തിനെ കൺമുൻപിൽ കണ്ട് ആ സഹാബക്കളോട് മുൻനിർത്തി അള്ളാഹുവിന്റെ മുൻപിൽ അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ ലൻ തഅബദു ഫിൽ അർളി അബദാ, 900 ശത്രു സൈന്യത്തോട് എതിരിടാൻ എന്റെ 314 പാവപ്പെട്ട സഹാബത്തിനെ കഴിവും ശക്തിയും ധൈര്യവും നീ തന്നിട്ടില്ല എങ്കിൽ നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു ജനത ഇനി ഈ ഭൂലോകത്തുണ്ടാവില്ല റബ്ബേ എന്ന് ആ വിജനമായ അള്ളാഹുവിന്റെ പ്രവാചകൻ ആ ബദർ എന്ന മരുഭൂമിയിൽ വെച്ച് ലോകത്തിന്റെ സൃഷ്ടാവിനോട് കണ്ണുരുകി നെഞ്ചുരുകി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അന്നും ഇന്നും എന്നും മുസ്ലിം ഉമ്മത്തിൽ അള്ളാഹുവിനെ അറിഞ്ഞവർക്ക് ഒന്നേ പറയാനുള്ളൂ, അള്ളാഹുവിനോട് മാത്രം നിങ്ങൾ ദുആ നടത്തുക, റബ്ബിനോട് മാത്രം നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുക, റബ്ബിനോട് മാത്രം നിങ്ങൾ സഹായം ചോദിക്കുക. കാരണം ലോകത്തിന്റെ ഹബീബായ നബി തങ്ങളോട് എന്തിനു പ്രവാചകരെ നമുക്ക് മറ്റുള്ളവരോടും ചോദിച്ചാൽ കിട്ടേണ്ടതല്ലേ എന്നവർ പറഞ്ഞപ്പോ അള്ളാഹു തന്നെ ഓതിക്കൊടുക്കുന്ന ഒരു വചനമുണ്ട്, നബിയെ എന്റെ അടിമകൾ എന്നെ പറ്റി ചോദിച്ചാൽ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ, ഞാൻ അവരുടെ അടുത്തുണ്ട് നബിയെ, ഞാൻ അവരുടെ കണ്ടനാടിയുടെ അടുത്തുണ്ട് നബിയെ, ഞാൻ അവരുടെ ശ്വാസത്തിന്റെ മിടിപ്പറയുന്നുണ്ട് നബിയെ, ഞാൻ കൊടുത്ത വെള്ളം, ഞാൻ കൊടുത്ത വായു, ഞാൻ സൃഷ്ടിച്ച ഭൂലോകത്തെ, ഞാൻ സൃഷ്ടിച്ച ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് അവർ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരോട് എന്നോട് പ്രാർത്ഥിക്കാൻ പറ, എന്നോട് തേടാൻ പറ, എന്നോട് സഹായം ചോദിക്കാൻ പറ എന്ന് റബ്ബ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അന്നും ഇന്നും മരണം തേടിയെത്തുന്ന സെക്കൻഡിൽ അള്ളാഹുവിന്റെ മലക്കിനെ കണ്ട് ആത്മസംതൃപ്തിയോടെ പറയാൻ പറ്റണം, റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹു മാത്രമാണെന്ന്. ആ അറിവാണ്, ആ തിരിച്ചറിവാണ് ഏതൊരുത്തന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അറിവ്. ആ അറിവ് നേടാനാ അള്ളാഹ് ഓർമ്മപ്പെടുത്തുന്നത്, ആ അറിവ് രൂഢമൂലമാക്കാനാ അള്ളാഹ് ദുനിയാവിൽ അവസരം നീട്ടിത്തരുന്നത്. അതുകൊണ്ട് തന്നെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അറിവ്, എല്ലാം അറിയുന്ന ഒരു റബ്ബ് നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്ന ബോധമാ. അത് നഷ്ടപ്പെടാൻ പാടില്ല. ആ ബോധമാണ് ഒരു മനുഷ്യന്റെ നിർഭയത്വം. ആ ബോധമാണ് ഒരുത്തന്റെ ഏറ്റവും വലിയ അമ്ന്. എന്റെ മുൻപിൽ നിൽക്കുന്ന മക്കളോടും പഠിപ്പിക്കുന്ന മക്കളോടും പഠിപ്പിക്കാൻ പാകമായ മക്കളുടെ രക്ഷിതാക്കളോടും ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ്, മാസങ്ങൾക്ക് മുൻപ് കേരളത്തിൽ നമ്മളൊക്കെ അത്ഭുതപ്പെട്ട ഒരു വാർത്തയുണ്ടായിരുന്നു. അട്ടപ്പാടിയിൽ നിന്നും ഒരു പാവപ്പെട്ട പൂർണ്ണ ഗർഭം ധരിച്ച ഒരു പെൺകുട്ടി അമ്മയോടൊപ്പം ആദിവാസി സ്ത്രീ ഒരു മെഡിക്കൽ കോളേജിലേക്ക് കയറി വന്നു. പരിശോധിച്ച ഡോക്ടർ ആ പെൺകുട്ടിക്ക് ഏറ്റവും ആവശ്യമായ പരിഗണന കൊടുക്കണം എന്നൊക്കെ അറിയാം. പക്ഷേ ആ ഡോക്ടർ ആവശ്യപ്പെട്ടത് കൈക്കൂലിയായിരുന്നു. കൈക്കൂലി കൊടുത്താലേ അഡ്മിഷൻ കൊടുക്കൂ ആശുപത്രിയിൽ. കൈക്കൂലി പോയിട്ട് വാഹനക്കൂലി പോലുമില്ലാത്ത ആ 2 സ്ത്രീകൾ, അമ്മയും മകളും, ബസ് സ്റ്റാൻഡിലേക്ക് വേദനയോടെ പുറപ്പെട്ടു. ബസ് സ്റ്റാൻഡിലെ പൊതു ശൗചാലയത്തിൽ ആ പെൺകുട്ടി പ്രസവിച്ചു. ക്ലോസറ്റിൽ വീണ കുഞ്ഞ് മരണപ്പെട്ടു. അറിഞ്ഞ ഓരോരുത്തരും കുട്ടികൾ അവരുടെ ചുറ്റും കൂടിയ കൂട്ടത്തിൽ ആ നാട്ടിൽ അല്ലെങ്കിൽ ആ പ്രദേശത്തെ ഡ്രൈവർമാരുണ്ട്, അല്ലെങ്കിൽ കൈനീട്ടി യാചിക്കുന്ന യാചകന്മാരുണ്ട്. അവരെല്ലാവരും കൂടി ഈ 2 സ്ത്രീകളെയും കൂട്ടി ആശുപത്രിയിലെത്തി. പരിശോധിച്ച ഗൈനക്കോളജിസ്റ്റിനെ പുറത്തേക്ക് വിളിച്ചു. ഡിഗ്രിയിൽ വലിയ സ്ഥാനം നേടുന്ന ഒരു സ്ത്രീ, MBBS കേരളത്തിൽ നിന്നും MD ബിരുദം വിദേശ രാജ്യത്തിൽ നിന്നും എടുത്തൊരു സ്ത്രീ. ആ സ്ത്രീയായിരുന്നു ആ പെൺകുട്ടിക്ക് അവിടെ അഡ്മിഷൻ കൊടുക്കാതെ തിരിച്ചയച്ച ഡോക്ടർ.
ചെരുപ്പുമാലകൾ തുന്നിച്ചേർത്ത ഒരു മാല ആ സ്ത്രീയുടെ കഴുത്തിലിട്ട് ആ നാട്ടുകാർ MBBS MD ബിരുദവും എടുത്ത ഗൈനക്കോളജിസ്റ്റിനെ തെരുവിലൂടെ നടത്തിച്ചു. ആ പെൺകുട്ടിയെ ചൂണ്ടി ആരും പറയില്ല, അവൾക്ക് വിദ്യാഭ്യാസത്തിന്റെ കുറവാണ്. പക്ഷേ വിദ്യാഭ്യാസം മാത്രം പോരാ, തിരിച്ചറിവും കൂടി വേണം. എന്റെ കൺമുൻപിൽ വന്നിരിക്കുന്ന ഒരു സാധു സ്ത്രീ എന്നെപ്പോലെ മജ്ജയും മാംസവുമുള്ള ഒരു സ്ത്രീയാണെന്നും എന്റെ ഉദരത്തിൽ വളർന്ന കുഞ്ഞിനെ പോലെ ആ ഉദരത്തിൽ ഒരു ജീവനുണ്ടെന്നും എന്റെ അമൃത് പോലെ ആ മലവുകളിൽ ആ കുഞ്ഞിനു വേണ്ടി തുടിക്കുന്ന പാൽക്കണങ്ങളുണ്ടെന്നും ആ പൈതലിനെ വാരിയെടുക്കാനുള്ള സന്തോഷത്തിന്റെ പൂങ്കണ്ണീരുകൾ ആ അമ്മയുടെ കണ്ണുകളിലുണ്ടെന്നും തിരിച്ചറിയാനാവാത്ത ഒരു പെണ്ണിന്റെ MBBS കൊണ്ട് എന്തു നേട്ടമാണ് ഈ സമൂഹത്തിന് ഉണ്ടാക്കാൻ സാധിക്കുക? ഇപ്പോഴും കേരളത്തിന്റെ പല നാടുകളിലും നിർമ്മിക്കപ്പെട്ട പല ബിൽഡിങ്ങുകളിലും വേണ്ടത്ര ചേരുവകൾ ചേർക്കാൻ എഞ്ചിനീയർമാർക്ക് സാധിക്കുന്നില്ല. കൈക്കൂലി കൊണ്ടും നിർമ്മാണത്തിന്റെ അപാകത കൊണ്ടും ചേർക്കേണ്ട സിമന്റുകൾ ചേർക്കാത്തവൻ, ചേർക്കേണ്ട കമ്പികൾ ചേർക്കാത്തവന് ബിടെക് ബിരുദാനന്ദ ബിരുദം കേരളത്തിന്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇന്ത്യ മഹാരാജ്യത്തെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നേടിയിട്ട് എന്ത് കാര്യമാണ്? അവിടെയാണ് വളരുന്ന മക്കളോടും പഠിപ്പിക്കുന്ന രക്ഷിതാക്കളോടും ഈ ഉമ്മത്തിനോടും ബോധ്യപ്പെടുത്താനുള്ളത്, അറിവുകൾ മാത്രം പോരാ, മക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസം മാത്രം പോരാ. അവരെ പ്ലസ് വാങ്ങട്ടെ, ഡിഗ്രികൾ വാങ്ങട്ടെ, അതിനേക്കാളേറെ വാങ്ങുന്ന ഡിഗ്രികളെ കൊണ്ട് മനുഷ്യനാകാൻ പഠിപ്പിക്കണം, മനുഷ്യത്വമുള്ളവനാകാൻ പഠിപ്പിക്കണം. പാരത്രിക ലോകത്തേക്ക് എന്നും നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കുടുംബത്തിന്റെ വിളക്കായി മാറാൻ സാധിക്കണം. അതിനെന്തു വേണം? തൗഹീദ് ഉറച്ച കുടുംബത്തിൽ കുടുംബത്തിന്റെ ഭംഗി തൗഹീദിൽ ഉറപ്പിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. പക്ഷേ ഇന്ന് പല ബന്ധങ്ങളും ഇല്ല. ഇന്നും ബന്ധങ്ങൾ അകന്നുകൊണ്ടിരിക്കുന്നവർ, പൊരുത്തം കിട്ടാത്തവർ, പൊരുത്തം വാങ്ങാതെ മരണപ്പെടുന്നവർ എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഇന്ന് മുസ്ലിം ഉമ്മത്തിനോട് പറയേണ്ടത്, തൗഹീദൊക്കെ അംഗീകരിച്ചു കഴിഞ്ഞ പിന്നങ്ങൾ നിസ്കരിക്കലും നോമ്പുകളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കുടുംബം കൂടി ഒന്ന് ശ്രദ്ധിക്കണട്ടോ എന്ന് പറയേണ്ട ഒരു കാലഘട്ടം. ആക്ഷേപിക്കുകയാണ്, കുറ്റപ്പെടുത്തുകയാണ് എന്നൊരു കുടുംബക്കാർക്കും തോന്നാനും പാടില്ല. ഒരു കാലത്ത് മുജാഹിദ് പ്രസ്ഥാനം പെൺകുട്ടികളെയൊക്കെ നല്ലോണം പഠിപ്പിക്കണം എന്ന് തീരുമാനിച്ചു. സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി പണിയെടുത്തു. ഇന്ന് വിദ്യാഭ്യാസം കൂടിപ്പോയതുകൊണ്ടാണോ എന്നറിയാല, 25 മുതൽ 28 വയസ്സുവരെ പെൺകുട്ടികൾക്കായാലും കല്യാണം വേണ്ട. പെണ്ണ് കെട്ടാൻ പല പെൺകുട്ടികൾക്കും മടിയാ. ഇതേ കാരണം ഏതോ സുപ്രസിദ്ധനും കുപ്രസിദ്ധനുമായ സിനിമാ നടന്റെ തകർന്നുപോയ ദാമ്പത്യ ജീവിതം കാണിച്ചു കൊടുത്തിട്ട് ഇൻസ്റ്റഗ്രാം റീലാരം പറയുന്നു, വിവാഹമൊക്കെ ഒരു ചട്ടക്കൂടാണ്, കെട്ടിക്കൊടുക്കലാണ്, അതുകൊണ്ട് ഒരിക്കലും ഒരു ബാധ്യത എടുത്ത് തലയിൽ വെക്കരുത്, പഠിക്കണം, പഠിച്ച് ഉയർന്ന ജോലി വാങ്ങണം, എന്നിട്ട് സ്വന്തം കാലിൽ നിൽക്കണം, എന്നിട്ട് ഏതെങ്കിലും എന്റെ ചൊൽപ്പടിക്ക് കിട്ടുന്ന ഒരു പിയാപ്പിളനെ കല്യാണം കഴിച്ച് ഓനങ്ങി പോറ്റണം. ആ ബോധമാണോ നമ്മളെ മക്കളെ സ്വാധീനിച്ചത് എന്നാശങ്കപ്പെടേണ്ട ഒരു കാലഘട്ടം. വിവാഹപ്രായം എത്തിയിട്ടും പല കുടുംബത്തിലും കല്യാണം നടക്കുന്നില്ല. പല ബന്ധങ്ങളും മനോഹരമാക്കാൻ കുടുംബങ്ങൾക്ക് സാധിക്കുന്നില്ല. ആൺമക്കൾക്ക് പെണ്ണിനെ കിട്ടുന്നില്ല. ആൺകുട്ടികളാവട്ടെ ഇന്ന് വീണ്ടും ആ ജാഹിലിയ കാലഘട്ടത്തിലെ വാക്കുകൾക്ക് പിന്നാലോടാൻ തുടങ്ങി. ഏതാണ് ആ വാക്ക്? പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ലല്ലോ. അതുകൊണ്ട് തോന്നുന്ന കാലങ്ങൾ അത്രയും അടിച്ചു പൊളിച്ച് അവനവന്റെ ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പൂർത്തീകരിക്കാൻ ഏതെങ്കിലും വേശ്യാലയങ്ങളോ, ഏതെങ്കിലും അത്തരത്തിലുള്ള ഡേറ്റിങ്ങുകളോ, ഏതെങ്കിലും കമ്പയർ ജീവിതങ്ങളോ എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് വൈവാഹിക രംഗത്ത് നിന്ന് പോലും കുടുംബ ദാമ്പത്യ ബന്ധങ്ങളെ അവഗണിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, എത്രത്തോളം എന്ന് ചോദിച്ചാൽ ആളുകൾക്ക് ബന്ധം ചേരുന്നതേ താല്പര്യമില്ലാത്തൊരവസ്ഥ ഇന്ന് പല കുടുംബത്തിലും നമ്മൾ കാണാൻ തുടങ്ങി. എത്രയോ കുടുംബങ്ങൾ ഇന്ന് അലോഗ്യത്തിലാണ്. എത്രയോ ബന്ധങ്ങൾ ഇന്ന് തമ്മിപ്പണങ്ങിക്കൊണ്ട ഒരു കുടുംബത്തിൽ നമുക്കുണ്ടാവേണ്ട ഏറ്റവും വലിയൊരു അറിവ് അല്ലെങ്കിൽ നമുക്കുള്ള സ്ഥാനം എന്താവണമെന്നറിയോ? ആ കുടുംബത്തെ ചേർത്ത് പിടിച്ച് കൊണ്ടു നടക്കുന്നതിൽ നമ്മളൊരു വലിയ മാർഗമാകണം. അതാ നമ്മളെ ഏറ്റവും വലിയ പവർ. അത് നമ്മളെ ഏറ്റവും വലിയൊരു അഭിമാനാവണം. നമ്മളൊക്കെ പറയാറില്ലേ, ആ കാർണോലുള്ള സമയത്ത് എല്ലാ കുടുംബക്കാരെയും മൂപ്പര് കൂട്ടിപ്പിടിച്ച് കൊണ്ടടക്കുകയായിരുന്നു. മൂപ്പര് മരിച്ചതോടുകൂടി ആ കുടുംബം ഒന്നായിട്ട് കൈവിട്ട് തകർന്നുപോയി. ചില വാപ്പാരായിരിക്കത് മക്കളെയൊക്കെ അങ്ങനെ കൂട്ടിപ്പിടിച്ച് കൊണ്ടടക്കും. വാപ്പ മരിച്ചതിന് ശേഷം ഏട്ടൻ അനിയനെ കണ്ടിട്ട് മാസായി, അനിയൻ ഏട്ടനെ കണ്ടിട്ട് മാസായി, പെങ്ങൾ ആങ്ങളനെ കണ്ടിട്ട് മാസങ്ങളായി.
ഈ ലോകത്ത് അല്ലാഹു തന്നത ഓരോ ബന്ധങ്ങളും ആ ബന്ധങ്ങളൊക്കെ പടച്ചോന്റെ തീരുമാനവുമാണ്. അതല്ലേ റബ്ബ് ഓർമ്മപ്പെടുത്തിയതും. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിച്ചൊരു വാക്ക്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. മനുഷ്യരെ, നിങ്ങളെ അല്ലാഹു ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. ഏതൊരുത്തനും ഒരു വാപ്പയും മെയ്യന്നേ ഉള്ളൂ. ഏത് പൈസക്കാരനായാലും തറവാട്ടുകാരനായാലും ഒരു വാപ്പക്കും ഉമ്മക്കും ഉണ്ടായാലും എല്ലാവരും. ഞാൻ പറയാറുണ്ട്, ആ ഒരു മനസ്സുണ്ടായാൽ മതി. ഒരാളോട് നമ്മൾ ശത്രുതയോടെയോ പകയോടെയോ പെരുമാറാതിരിക്കാനും ആ മനസ്സ് വേദനിപ്പിക്കാതിരിക്കാനും ഒരൊറ്റ ചിന്ത മതി. അള്ളാഹു സൂചിപ്പിച്ച എല്ലാവർക്കും ഒരു വാപ്പയും മെയ്യുള്ളൂ. ആ വാപ്പക്കും ഉമ്മക്കും മക്കളെ ഏറ്റവും മനോഹരം, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാ. അപ്പൊ ഞാൻ ചിന്തിക്കുക, ഈ ഇരിക്കുന്ന ഒരാളെ ഞാൻ കുറ്റപ്പെടുത്തി, ആക്ഷേപിച്ചു, പരിഹസിച്ചു, കളിയാക്കി, ഞാൻ അയാളായിട്ട് അലോഗ്യത്തിലായി. ഞാൻ ചിന്തിക്കേണ്ടത് എന്താ? ആ മനുഷ്യനും ഒരു വാപ്പന്റെയും ഉമ്മന്റെയും പ്രിയപ്പെട്ട മോനാ. അവന്റെ മനസ്സ് വേദനിക്കുന്നതും അവർക്ക് ഇഷ്ടപ്പെടൂല, അവന്റെ കണ്ണ് നിറയുന്നതും അവരാഗ്രഹിക്കൂല. ഏതൊരു വാപ്പയും ഉമ്മയും ജീവിതത്തിലേക്ക് ഏറ്റവും സന്തോഷത്തോടുകൂടി വളർത്തി കൊണ്ടുവന്നവരാ നമ്മളൊക്കെ. ആ കൊണ്ടുവന്നവരിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നവരെ ആരെയാ? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളിലെ ഏറ്റവും നല്ല മാന്യൻ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ബന്ധങ്ങളെ കൂട്ടിപ്പിടിച്ച് ജീവിക്കുന്നവനാ, ബന്ധങ്ങളെ ചേർത്ത് ജീവിക്കുന്നവനാ. നമ്മളെ വാക്കുകൊണ്ടൊരു കുടുംബം മുറിയരുത്, അവിടെ നിശബ്ദനാവണം. അതുകൊണ്ടാ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞത്, നിശബ്ദത കൊണ്ട് ഞാൻ ഒരിക്കലും കരഞ്ഞിട്ടില്ല, വാക്കുകളെ കൊണ്ട് പലപ്പോഴും എനിക്ക് കരയേണ്ടി വന്നിട്ടുണ്ട്. സംസാരിച്ചതിന്റെ പേരിൽ ഞാൻ പലപ്പോഴും കണ്ണീരടിഞ്ഞിട്ടുണ്ട്. നിശബ്ദത പാലിച്ചതിന്റെ പേരിൽ ഞാൻ ഒരിക്കലും കരയേണ്ടി വന്നിട്ടില്ല. ഇന്ന് കുത്തുവാക്കുകളെ കൊണ്ടും പരിഹാസങ്ങളെ കൊണ്ടും ആക്ഷേപങ്ങളെ കൊണ്ടും ഒരുപാട് കുടുംബങ്ങൾ അലോഗ്യത്തിലാണ്. ഞാൻ പറയുന്നത് അത്ര ഗൗരവത്തിൽ തന്നെയാണ്. എത്ര പേരാ മുഖത്തോട് മുഖം നോക്കാതെ ജീവിക്കുന്നത്, എത്ര പേരാ പൊരുത്തം കിട്ടാണ്ട് മരിക്കുന്നത്, എത്ര പേരാ പടച്ചോന്റെ മണ്ണിന്റെ അടിയിൽ പൊരുത്തത്തിന് വേണ്ടി ആഗ്രഹിച്ചു കിടക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ പൊരുത്തം കിട്ടുമോ? ഇല്ല. നമുക്കൊപ്പമുള്ളൊരു തെറ്റിദ്ധാരണയാണത്. മദീന പള്ളിയിലാകട്ടെ, ഏത് പള്ളിയിലാണെങ്കിലും ആ പള്ളി കൊണ്ടുവച്ച മയ്യത്തിന്റെ തലക്കും ഭാഗത്ത് നിന്ന് ചിലര് കാണാം നമ്മളെ നാട്ടിലൊക്കെ ഒരു പൊരുത്തം വാങ്ങല്, വാക്കുകൊണ്ടോ കൊണ്ടോ എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ മരിച്ചന്റെ ഉമ്മാക്ക് വേണ്ടി വാപ്പാക്ക് വേണ്ടി നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കണം. ഇനി ഒന്നും കൂടി പരിഷ്കരിച്ച് മൊയ്യാര് പറയുകയാണെങ്കിൽ എങ്ങനെയാ പറയാ? നമ്മളുടെ മഹല്ലിൽ താമസിച്ചിരുന്ന, ആരോടും പ്രത്യേകിച്ച് ഒരു ബാധ്യതയില്ലാത്ത, വാക്കുകൊണ്ടൊന്നും ആരെയും ദ്രോഹിച്ചിട്ടില്ലെന്ന് വിശ്വസിക്കാവുന്ന നമ്മളുടെ സഹോദരി കുഞ്ഞായിഷുമ്മ, അല്ലെ സഹോദരൻ അമ്മദ് കോയാജി അള്ളാന്റെ വിളിക്കുത്തരം നൽകിയിരിക്കുന്നു. വാക്കുകൊണ്ടോ എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പരലോകം വിചാരിച്ച് നിങ്ങൾ അത് പൊരുത്തപ്പെട്ടു കൊടുക്കണം. ആയ കാലത്ത് പൊരുത്തം വാങ്ങാണ്ട് മരിച്ചോയവർക്കൊക്കെ പള്ളിയിലെ മൊയ്ലിയാമാരോ ഉസ്താദുമാരോ അല്ലെങ്കിൽ മക്കളോ പൊരുത്തം വാങ്ങിയാൽ കിട്ടുമെന്നൊന്നും അള്ളാന്റെ ഹബീബ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലട്ടോ. മദീന പള്ളിയിലെ മിമ്പറിൽ വെച്ച് സഹാബത്ത് ചോദിച്ചു, റസൂലേ, ഇസ്ലാമിൽ ഒരാൾക്ക് നോമ്പില്ലെങ്കിൽ എന്താ ഫിദിയ? അള്ളാന്റെ ഹബീബ് ഫിദിയ പറഞ്ഞു കൊടുത്തു. നോമ്പുകാരന് ആ നോമ്പിന്റെ കൂലി കിട്ടാൻ, നോമ്പ് ഉപേക്ഷിച്ചതിന്റെ കുറ്റം മാറാൻ ഓൻ ഫിദിയ കൊടുത്താൽ മതി. ഒരാൾ നേർച്ച ചെയ്തു, ഞാൻ ഇന്നത് നേർച്ച കൊടുക്കാന്ന് വെച്ചു, പക്ഷെ ഓൻ നേർച്ച പൂർത്തീകരിക്കാതെ മരിച്ചുപോയി, അല്ലെങ്കിൽ നേർച്ചോന് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല, അവൻ എന്ത് ചെയ്യണം? 10 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, 10 സാധുക്കൾക്ക് വസ്ത്രം കൊടുക്കണം, അല്ലെങ്കിൽ ഒരടിമയെ മോചിപ്പിക്കണം, അല്ലെങ്കിൽ 3 ദിവസം നോമ്പ് വിൽക്കണം. ഇതൊക്കെയാണ് ഫിദിയ. അപ്പൊ സഹാബത്ത് ചോദിച്ചു, റസൂലേ, ഒരാൾ കുടുംബബന്ധം മുറിച്ച് അലോഗ്യപ്പെട്ട് പിണങ്ങി യാതൊരു ബന്ധവുമില്ലാണ്ട് തമ്മ് തല്ലി മനസ്സിന്റെ പകയും വെറുപ്പും വെച്ച് മരിച്ചു. ആ മരിച്ചവന്റെ പൊരുത്തം അള്ളാഹുവിന്റെ ഖബറിൽ ആ മനുഷ്യന് കിട്ടണമെങ്കിൽ എന്ത് ഫിദിയ കൊടുക്കണം? ഈ ചോദ്യം നമ്മളിൽ പലർക്കും ഉണ്ടാവും. മരിച്ചു കഴിഞ്ഞിട്ട് എത്ര പേരാണെന്നറിയാവോ പൊരുത്തം കിട്ടാതെ പടച്ചോന്റെ മണ്ണിന്റെ അടി കിടക്കുന്നത്? എത്രയോ മനസ്സ് വേദനിപ്പിച്ചവര്, കരയിപ്പിച്ചവര്, ആളെ എടങ്ങേറാക്കിയവര്, ആരാന്റെ ഹക്ക് കവർന്നെടുത്തവര്, തമ്മത്തച്ച് കേസ് പറഞ്ഞ് വാശി കാണിച്ച് വെട്ടിപ്പിടിച്ചവര്, പൊരുത്തല്ലാത്ത മുതലുകൊണ്ടും പൊരുത്തല്ലാത്ത ജീവിതം കൊണ്ടും ജീവിച്ചു തീർക്കുന്നവര്. ദുനിയാവിൽ ചിലപ്പോ പണം കൊണ്ടും പവർ കൊണ്ടും നമുക്ക് ആരെ മുൻപിലും തലകുനിക്കാനൊന്നും തോന്നൂല. കാരണം എന്താ? ഞാൻ ഓന്റെ ചെലവിലല്ലല്ലോ, ഞാൻ എന്റെ പൈസ കൊണ്ടല്ലേ ജീവിക്കുന്നതെന്നാ ചിന്തിക്കുക.
കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ നമ്മൾ അങ്ങനെയാ പറയാ അൻറ, ഞാൻ ഓന്റെ ചെലവിലൊന്നല്ലല്ലോ, അതങ്ങനെ കട്ടെ. എത്രയോ കുടുംബ ബന്ധങ്ങൾ തകരുമ്പോ, മക്കളും തമ്മിൽ തകരുമ്പോ, വാപ്പയും മക്കളും തമ്മിൽ തകരുമ്പോ ഒക്കെ പള്ളി കമ്മിറ്റിക്കാർ ഇടപെടും. നാട്ടിലെ കാരണന്മാരോടൊക്കെ ഒന്ന് സംസാരിക്കും, നമുക്കതൊന്നും ഇരിക്കണ്ടേ. ഉടനെ ചിലരെന്താ പറയല്, അതുങ്ങൾ വെറുതെ മെനക്കെടണ്ട, അതങ്ങനെ കട്ടെ, ആ കാര്യം അങ്ങനെ കട്ടെ എന്ന് പറയാറുണ്ട്. ആ പൊരുത്തം കിട്ടാതെ മരിച്ചുപോയവന് എന്താണ് നബിയെ ആ പൊരുത്തം കിട്ടാൻ, ആ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വിധി എന്താന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന മിമ്പറിൽ വെച്ച് പറഞ്ഞു, ലാ യമീന ഫീ ഖതീഅത്തു റഹ്മിൻ. കുടുംബ ബന്ധം മുറിച്ചവന് ഒരു വിധിയേയില്ല, ഒരു വിധിയേയില്ല. പഠിച്ചോനെ വാപ്പ മുത്താപ്പയായിട്ടാ പിണങ്ങിയിട്ട് മരിച്ച്, അല്ലെ അമ്മ ഓളെ കെട്ടിയ വീട്ടുകാരുമായിട്ടാ പിണങ്ങിയിട്ട് മരിച്ച്, അന്നുണ്ടായ വർത്താനത്തിന്റെ പേരിൽ മരിക്കുന്നവരെ നന്നാവാതെ ആ പഠിച്ചോനെ അമ്മയും വാപ്പയും പോയത്, പെണ്ണുങ്ങളെ വാപ്പ പോയത്, ഉമ്മ പോയത് എന്നൊക്കെ ആശങ്കപ്പെടുമ്പോ അവർക്ക് വേണ്ടിയിട്ട് 100 ചാക്ക് സിമന്റ് പള്ളിക്ക് കൊടുത്ത പഠിച്ചോ പൊരുത്താക്കൂല. 100 ആയത്ത് അള്ളാഹ്ക്ക് വേണ്ടി ഓതിക്കൊടുക്കാന്ന് പറഞ്ഞാൽ അള്ളാഹ് പൊരുത്താക്കുവോ? വാപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ട് അജ്ജയാന്ന് പറഞ്ഞാൽ അള്ളാഹ് പൊരുത്താക്കുവോ? അള്ളാന്റെ ഹബീബ നബി തങ്ങൾ പറഞ്ഞു, ലാ യമീന, ഒരു പൊരുത്തല്ല, ഒരു ഫിദിയയില്ല. ഫീ ഖതീഅത്തു റഹ്മിൻ, കുടുംബ ബന്ധം മുറിച്ചവർക്ക് ഫിദിയല്ല. അപ്പൊ കുടുംബത്തിൽ നമ്മൾ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത് പരസ്പരം സ്നേഹിച്ച് ജീവിക്കുന്ന ഒരു സ്വന്തം വ്യക്തിത്വത്തിന്റെ ഏറ്റവും മനോഹരമായ ജീവിതത്തിന്റെ ഉടമകളാവണം. ഞാനൊരു ചരിത്രം പറയാറുണ്ട്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളിന്റെ കഷണം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാനെ. മരണപ്പെടുന്നതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഫാത്തിമ ബീവി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കും. അങ്ങനെ കിടന്ന് അവര് തമ്മിൽ ഇങ്ങനെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഫാത്തിമ ബീവി ചോദിച്ചു, അലി, ഞാൻ മരിച്ചാൽ നിങ്ങൾ വേറെ വിവാഹം കഴിക്കുമോ? ഞാൻ മരിച്ചുപോയാൽ നിങ്ങൾ വേറെ കല്യാണം കഴിക്കുമോ അലി? അലി ഇബ്നു അബീ ത്വാലിബ് ആ ചോദ്യം കേട്ടൊന്ന് സങ്കടപ്പെട്ടിട്ട് പറഞ്ഞു, ഫാത്തിമ, നീ ഇല്ലാത്ത ഒരു സമയത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല ഫാത്തിമ, അങ്ങനെ ഒരു ചിന്ത എനിക്ക് വന്നിട്ടില്ല. ഉടനെ തന്നെ ഫാത്തിമ ബീവി വീണ്ടും പറഞ്ഞു, പറ അലി, ഒരുപക്ഷെ ഞാൻ അള്ളാന്റെ അരികിലേക്ക് പോയാൽ നിങ്ങൾ വീണ്ടും കല്യാണം കഴിക്കൂ അലി? അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ കണ്ണു നിറഞ്ഞു നിൽക്കുമ്പോ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അലി ഇബ്നു അബീ ത്വാലിബിനോട് പറയുന്നുണ്ട്, അലി, ഞാൻ ഇല്ലാതായാലും നിങ്ങൾ കല്യാണം കഴിക്കണേ അലി. ആരെ കല്യാണം കഴിക്കണം എന്നറിയോ അലി? എന്റെ മൂത്ത ജ്യേഷ്ഠത്തി സൈനബയുടെ മകൾ യമാമയെ നിങ്ങൾ കല്യാണം കഴിക്കണം. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ മകൾ സൈനബ ബീവി, രണ്ടാമത്തത് റുഖിയ ബീവി, മൂന്നാമത്തത് ഉമ്മു കുൽസൂം, നാലാമത്തത് ഫാത്തിമ ബീവി. ഇതിൽ ഫാത്തിമ പറയാ, അലി, ഞാൻ മരിച്ചാൽ നിങ്ങൾ കല്യാണം കഴിക്കേണ്ടത് എന്റെ കുടുംബത്തിലെ മൂത്ത ജ്യേഷ്ഠത്തി സൈനബയുടെ മകൾ യമാമ റളിയല്ലാഹു അൻഹാനെ കല്യാണം കഴിക്കണം. ഇത് നിങ്ങളൊന്ന് മനസ്സുകൊണ്ട് ആലോചിക്കണം കേട്ടോ. നിങ്ങളെ പെണ്ണുങ്ങൾ മടിയിൽ തലവെച്ചിട്ട് ഇങ്ങനെ കിടക്കുമ്പോ നിങ്ങളോട് പറയാൻ, ഞാൻ മരിച്ചാലേ എന്റെ മൂത്ത ഏട്ടത്തിന്റെ മോളങ്ങൾ കെട്ടണം എന്നുള്ള നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ആലോചിച്ചോളൂ. ആ പറച്ചിൽ പറഞ്ഞു തീരുമ്പോഴേക്കും അലി ഇബ്നു അബീ ത്വാലിബ് പൊട്ടിക്കരഞ്ഞിട്ട് ചോദിച്ചു, എന്തു വർത്താനാ ഫാത്തിമ, നിനക്ക് എങ്ങനെ പറയാൻ തോന്നി ഫാത്തിമ? ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അലി ഇബ്നു അബീ ത്വാലിബിന്റെ താടി പതുക്കെ അങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അലി, നിങ്ങളെന്ന സൗഭാഗ്യം യമാമക്കും കിട്ടട്ടെ അലി. നിങ്ങളെപ്പോലെ ഒരാൾ എന്റെ കുടുംബത്തിൽ വേണം അലി. നിങ്ങളെങ്ങാനും ഞാൻ മരിച്ചിട്ട് വേറൊരു കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ച നിങ്ങൾ ആ കുടുംബത്തിന്റെ ആളായി മാറും. അതുണ്ടാവാൻ പാടില്ല അലി. നിങ്ങളെപ്പോലെ ഒരു മാന്യൻ, നിങ്ങളെപ്പോലെ ബന്ധം കൂട്ടിച്ചേർക്കുന്ന ഒരു മാന്യൻ എന്റെ കുടുംബത്തിൽ വേണം അലി. അലി ഇബ്നു അബീ ത്വാലിബ് പൊട്ടിക്കരയുമ്പോൾ ഫാത്തിമ ബീവി ആശ്വസിപ്പിച്ചു. ദിവസങ്ങൾക്ക് ശേഷം ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വഫാത്തായി. മാസങ്ങൾക്ക് ശേഷം അലി ഇബ്നു അബീ ത്വാലിബ് കല്യാണം കഴിക്കുന്നത് ഇതേ യമാമ റളിയല്ലാഹു അൻഹാനെ തന്നെയാണ്. ഞാൻ ഈ ചരിത്രം പറഞ്ഞത് എന്തിനാണെന്നറിയോ? ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് പെണ്ണുങ്ങളൊന്ന് അടിയിൽ പിടിച്ചു കിടത്തുക. അല്ലെ പെണ്ണുങ്ങളാണെങ്കിൽ പിയ്യാപ്ലാരെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒന്ന് വീട്ടിൽ പോയി മടിയിലൊക്കെ ഒന്ന് തലവെച്ച് കിടക്കുക. എന്നിട്ട് ചോദിക്കുക, ഞാൻ മരിച്ചാൽ നിങ്ങൾ വേറെ കെട്ടുവോ? മുഖത്ത് നോക്കിയിട്ടില്ല എന്നൊക്കെ പറയെങ്കിലും മനുഷ്യന്റെ പ്രകൃതി കെട്ടണം തന്നെ. അപ്പൊ അങ്ങനെ മുക്കി മൂളിയൊക്കെ നിൽക്കുമ്പോ അവള് തന്നെ നമ്മളോട് ആദ്യം പറയുന്നതായിരിക്കും, ഞാൻ ഇല്ലാണ്ടായാലും നിങ്ങൾ കെട്ടണം കേട്ടോ. പിന്നെ ഒരു കാര്യം,
എന്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് കെട്ടണ്ട, നിങ്ങളെ സഹിക്കേണ്ടതോ ഞാൻ സഹിച്ചു, നിങ്ങൾ വേറെ എവിടെയും പോയി കെട്ടിക്കൂടെ. ഇനി അവളൊക്കെ ഒരു സമ്മതം വാങ്ങി അവളെ കുടുംബത്തിൽ നിന്ന് കെട്ടിക്കാന്ന് നമ്മളിങ്ങനെ മനസ്സുകൊണ്ട് ആലോചിക്കാം, പടച്ച തമ്പുരാനെ ഇനിയിപ്പോ എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെയോ, എന്നെ തന്നെ ഞാൻ എങ്ങനെയോ കൊണ്ടുവരുന്നതാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ വ്യക്തിത്വം അവന്റെ കുടുംബത്തിലാ വേണ്ടത്. ഒരു മനുഷ്യൻ ഏറ്റവും നല്ല വ്യക്തിയാവുന്നത്, അവന്റെ ഏറ്റവും വലിയ ഇൻഡിവിജ്വൽ ജെന്റിൽ അവന്റെ കുടുംബത്തിലാ. ആ കുടുംബത്തിൽ അവനൊരു മാന്യനാവണം, ആ കുടുംബത്തിൽ അവനൊരു മനോഹര മനുഷ്യനാവണം, അവന്റെ ബന്ധങ്ങളിൽ അവൻ ഏറ്റവും പവിത്രമാക്കപ്പെട്ട മാന്യനാവണം. അതാണ് റബ്ബ് പറഞ്ഞതും, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളിൽ ഏറ്റവും മാന്യൻ, നാട്ടിൽ പേര് കേട്ട എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു മാന്യൻ എന്നല്ല, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കുടുംബങ്ങളെ ചേർത്ത് പിടിച്ച് കൊണ്ടടക്കുന്നവനാവണം. ആ ബന്ധം അള്ളാഹ് ഏൽപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഓരോ ബന്ധങ്ങളെയും അതേ പവിത്രതയോടെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്താൻ പറ്റണം. ഇന്ന് പല ബന്ധങ്ങളും ആളുകൾക്ക് അവസാനിക്കുന്നത് മാതാപിതാക്കളിലേക്ക് എത്തിപ്പെടുമ്പോൾ മാത്രമാണ്. 5ഉം 6ഉം മക്കളെ പ്രസവിച്ച് പോറ്റി വലുതാക്കി അവർക്കുള്ള ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും കണ്ടെത്തി കൊടുത്തിട്ടും ഇന്നും പല കുടുംബത്തിലും മാതാപിതാക്കൾ അവഗണിക്കപ്പെടുന്നുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ ഉള്ളകങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പുറമെ പറയാത്ത പല കുടുംബങ്ങളിലും പലരും മാന്യതയോടെ കുടുംബത്തിൽ പെരുമാറാത്തവരുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം, നമ്മളെ കുടുംബത്തിൽ നമ്മളെ മാതാപിതാക്കൾ ഏറ്റവും മനോഹരമായിട്ടാണോ നമ്മൾ അവരെ പരിഗണിച്ചതെന്നും യാത്രയാക്കിയതെന്നും? ഇന്നൊരുപാട് കുടുംബങ്ങളിൽ പല ജീവിതങ്ങളിൽ സങ്കടങ്ങളാണ്. മുജാഹിദ് പ്രസ്ഥാനം പറയാറുണ്ട്, ഈ മുജാഹിദ് പ്രസ്ഥാനം തുടങ്ങുന്ന കാലത്ത് പലരും കത്തയച്ചത് യത്തീംഖാന തുടങ്ങാനാ. അതുകൊണ്ട് തന്നെ പല നാട്ടിലും യത്തീംഖാനകൾ തുടങ്ങി. വാപ്പായും ഉമ്മയില്ലാത്ത മക്കള് സുഭിക്ഷമായിട്ട് ജീവിച്ചു പോകുന്നുണ്ട്, അൽഹംദുലില്ലാഹ്. ഇപ്പൊ പല യത്തീംഖാനയിലും മക്കളില്ലാത്തതാ പ്രശ്നം. പക്ഷെ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തോടും എല്ലാ ഇസ്ലാമിക് സംഘടനകളോടും പലരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്നറിയോ? കുടുംബത്തിന്റെ ഉള്ളിൽ നരകിച്ച് ജീവിക്കുന്ന മാതാപിതാക്കളെ സംരക്ഷിക്കാൻ പേര് മാറ്റിയിട്ടെങ്കിലും നിങ്ങൾക്കൊരു അഗതി മന്ദിരം, ഓൾഡ് ഏജ് ഹോം, ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തുടങ്ങിക്കൂടെ എന്നാ. കാരണം പല കുടുംബത്തിലും മാതാപിതാക്കൾ ഇന്ന് കണ്ണുനീരില്ല. നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടത് എന്താന്ന് ചോദിച്ചാൽ, നാട്ടിലൊരു നല്ല ഇസ്ലാഹി പ്രവർത്തകനാകുന്നതിന്റെ മുൻപ്, നമ്മൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നതിന്റെ മുൻപ് സ്വന്തം വാപ്പനെ ഇമ്മനെയൊക്കെ ഒന്ന് തൃപ്തിപ്പെടുത്തണം. റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ. അള്ളാഹുവിനെ തേടേണ്ടത് പള്ളികളിൽ മാത്രമല്ല, റബ്ബിനെ തേടേണ്ടത് കഅബാലയത്തിങ്കൽ മാത്രമല്ല, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തേണ്ടത് ഖുർആൻ ഓതിക്കൊണ്ട് മാത്രമല്ല, റബ്ബിനെ തൃപ്തിപ്പെടുത്തേണ്ടത് ഇസ്ലാഹി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മാത്രമല്ല. റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ, സുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈൻ. മാതാപിതാക്കളുടെ തൃപ്തിയാണ് റബ്ബിന്റെ തൃപ്തി, മാതാപിതാക്കളുടെ കോപമാണ് റബ്ബിന്റെ കോപം. അതുകൊണ്ട് തന്നെയാ ഈ ലോകത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വാപ്പന്റെയും ഉമ്മന്റെയും ആ പ്രാർത്ഥനയുടെ ദിക്റിന്റെ നാവിന്റെ ബലമാ ഇന്നും നിങ്ങളെയും അള്ളാഹു സംരക്ഷിക്കുന്നത്. ഒരു വാപ്പയുമ്മയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമ്മളെ തലക്ക് മുകളിലുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്കുണ്ട്, ജീവിതത്തിന്റെ പല പ്രയാസങ്ങളിലും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു കാത്തു രക്ഷിക്കുന്നത് ആ ദിക്റിന്റെയും ആ പ്രാർത്ഥനയുടെയും ബലം കൊണ്ടാ. പക്ഷേ ഇന്ന് സ്വന്തം വീട്ടിന്റെ അകത്തുള്ള മാതാപിതാക്കളോട് ഒരു മര്യാദയോടെ വർത്താനം പറയാനും, അവരുടെ വിഷമങ്ങൾ അറിയാനും, അവരെ ഒന്ന് പരിഗണിക്കാനും, അവരെ ഒന്ന് ചേർത്ത് നിർത്താനും പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മളെ ദീൻ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഹാഫിളായ മകൻ, അല്ലെങ്കിൽ അറബി കോളേജ് പഠിച്ച മകൻ, നാട്ടിലെ എല്ലാ ഖുർആൻ ക്ലാസ്സിലും പങ്കെടുക്കുന്ന മകൻ, ഇസ്ലാഹി പ്രവർത്തനത്തിന് വേണ്ടി നെടുന്തൂണുകളാകുന്ന മക്കൾക്ക് സ്വന്തം വാപ്പനെയും ഉമ്മനെയും ഏറ്റവും മര്യാദയോടെ പരിഗണിക്കാനും സംരക്ഷിക്കാനും പറ്റുന്നില്ലെങ്കിൽ, കവി പാടിയതുപോലെ തൊട്ടിലാട്ടുന്ന കൈകൾ തൊട്ട കാലം മറന്നു ഞാൻ, ഒട്ടിയ വയറിന്റെ വേദന കേട്ട കാലം മറന്നു ഞാൻ. പല രാത്രികളിലും വീട്ടിന്റെ ഉത്തരത്തിലേക്ക് കയറുകൾ കെട്ടിത്തൂക്കി പട്ടിണി കടന്ന് ആ മക്കളൊന്നുറങ്ങാൻ സ്വന്തം രാവ് ഉറക്കമൊഴിച്ച് കാത്തിരുന്ന് പാരാട്ട് പാട്ടുകൾ പാടി മകന്റെ വിസർജിച്ച മൂത്രത്തിന്റെ തുണികൾ മിനിറ്റ് വ്യത്യാസത്തിൽ മാറ്റിക്കൊടുത്ത് മകന്റെ ശരീരത്തിലേക്ക് അമൃതെത്താൻ പലതും കുടിച്ചും സഹിച്ചും ത്യാഗം ചെയ്തും നിങ്ങളെ പാട്ടുപാടി ഉറക്കിയ ആ പെറ്റ ഉമ്മാന്റെ കൈകൾ, തൊട്ടിലാട്ടിയ കൈകൾ തൊട്ട കാലം മറന്നു ഞാൻ. ഉമ്മാന്റെ കൈയൊന്ന് തൊട്ടു നോക്കിയിട്ടുണ്ടോ? ഉമ്മാന്റെ കൈയൊന്ന് പിടിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മൾ
ഇന്ന് ഞാൻ പറയാറുണ്ട്, എല്ലാറ്റിനും ചിലർക്ക് കണക്കാണ്. എല്ലാ കാര്യത്തിനും കണക്കുണ്ട്, മാതാപിതാക്കൾ നോക്കുന്നതിനും കണക്കുണ്ട്. ആ കണക്കുമ്പോ തെറ്റുമ്പോഴാണ് കുടുംബവും മക്കളും തമ്മിൽ തെറ്റുക. ഞാൻ 2 ദിവസം കൊണ്ടുപോയി, കൊണ്ടോണ്ടതിന് അവനാ, ഓൻ കുളിക്കുന്നില്ല, കൊണ്ടോണില്ല, ഇതൊക്കെയാ പറയാ. എല്ലാ കുടുംബത്തിലും ഇല്ലട്ടോ. മാതാപിതാക്കളെ പ്രാണന് തുല്യം സ്നേഹിച്ചു കൊണ്ടടക്കുന്ന മക്കളുണ്ട്. അവരെ കൊണ്ട് ആ പടച്ചോൻ എനിക്ക് ബർക്കത്ത് തന്നതെന്നും ആ നാവിന്റെ ഫലമായി ഇന്നും എന്റെ ആയുസ്സോടും ചിന്തിച്ച് ഒരാൾക്കും വിട്ടുകൊടുക്കാത്ത മക്കളുണ്ട്. കേരളത്തിലെ മുഖ്യധാര വാട്സപ്പിൽ 1000 കുടുംബങ്ങൾ ഷെയർ ചെയ്തൊരു മെസ്സേജ് ഉണ്ടായിരുന്നു സൗദി അറേബ്യയിലെ. നമ്മളൊക്കെ അത് വായിച്ചത്. അനിയന്റെ വീട്ടിലുള്ള അമ്മാനെ കിട്ടാൻ ജ്യേഷ്ഠൻ കേസ് കൊടുത്തു, വാപ്പനെ കിട്ടാൻ. സൗദി അറേബ്യയിലെ സുപ്രസിദ്ധമായൊരു വിധി ചെയ്യുന്നത്. ആ മകൻ കൊടുത്ത കേസ് എങ്ങനെയാ? വാപ്പ എന്റെയും കൂടി അവകാശമാണ്, പിതാവിനെ സംരക്ഷിക്കാനും നോക്കാനും അനിയൻ എനിക്ക് അവസരം തരുന്നില്ല. ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? അവസാനം സൗദി അറേബ്യയിലെ കോടതി വിധിച്ചു, ഏട്ടന്റെ കൂടെ പോണം വാപ്പ, വിട്ടുകൊടുക്കണമെന്ന്. കോടതി വരാന്തയിൽ കാറിൽ നിന്നും പിതാവിനെ കൈപിടിച്ച് ജ്യേഷ്ഠന്റെ കാറിലേക്ക് കയറ്റിക്കൊടുക്കുമ്പം അനിയൻ നെഞ്ചുപൊട്ടി കണ്ണീരോടെ പറഞ്ഞത്, കാക്കേ നിന്റെ സ്വർഗാട്ടോ എടുത്തുണ്ടോന്ന്, നിന്റെ സ്വർഗാണ് കാക്കയെ കൂട്ടിക്കൊണ്ടോന്ന്, ഏത് സെക്കൻഡും അതെനിക്ക് തിരിച്ചു തരാനും എനിക്ക് ബാധ്യത ഉണ്ട് എന്ന് ഈ ഓർക്കണട്ടോ എന്ന് പറഞ്ഞൊരു വാട്സപ്പ് മെസ്സേജ് സൗദി അറേബ്യയിലെ സുപ്രധാന വിധി എന്നും പറഞ്ഞിട്ട് കേരളത്തിലെ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും വന്നിട്ടുണ്ട്. നമ്മളും ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഷെയർ ചെയ്തോ പോലും സ്വന്തം ഉമ്മാനൊന്ന് പോയി നോക്കിയിട്ടുണ്ടാവില്ല. ഇന്നെല്ലാ സ്നേഹങ്ങളും വാട്സപ്പ്, ഫേസ്ബുക്ക് സ്നേഹ. നിങ്ങൾ കാണല്ലേ, മാതൃദിനത്തിന്റെ അന്ന് രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി അടുക്കളയിൽ ഉമ്മാന്റെ അടുത്ത് ഒരു ഫോട്ടോ എടുക്കും. അല്ലെങ്കിൽ ഉമ്മറത്ത് വന്നിങ്ങനെ ഒറ്റക്കിരിക്കുന്ന ഏകാന്തതയിലിരിക്കുന്ന ഉമ്മാന്റെ അടുത്ത് ഇരുന്നിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് പറയും, കാരുണ്യത്തിന്റെ കടലായ, സ്നേഹത്തിന്റെ കൊടലായ ഉമ്മ. 100 ലൈക്കും 1000 ഷെയറും കിട്ടിയ ഓൻ തൃപ്തിയായി. ഇതന്നെയാ ഭാര്യാഭർത്തൃ ബന്ധങ്ങളൊക്കെ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും മനോഹരമായ ബന്ധം നമ്മളെ മാതാപിതാക്കൾ. നമ്മൾ ഈ ഒരു സ്നേഹബന്ധത്തിൽ ഏറ്റവും മനോഹരമായ ഒരു അവസ്ഥ കണ്ടെത്താൻ പറ്റണം. ഇന്ന് വിദ്യാഭ്യാസത്തിലേക്ക് എത്തിപ്പെടുന്ന എന്റെ മുൻപിലിരിക്കുന്ന മക്കളോട് എനിക്ക് പറയാനുള്ളതും ആ വലിയൊരു വാക്യമാണ്. തിരിച്ചറിവ് മാതാപിതാക്കളെ സംരക്ഷിച്ചുകൊണ്ടാവണം. ഏതൊക്കെ അറിവിന്റെ ഉന്നത സ്ഥാനത്തേക്ക് എത്തിയാലും, എന്തൊക്കെ അറിവുകൾ നമുക്ക് നേരിടേണ്ടി വന്നാലും, അതിന്റെയൊക്കെ ആത്യന്തികമായ വിജയം മാതാപിതാക്കളുടെ പ്രാർത്ഥനയുടെ തൃപ്തിയിലാണ് എന്ന മനസ്സോടുകൂടി അവരെ സംരക്ഷിക്കാനും ചേർത്ത് നിർത്താനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, ഈ മക്കൾ വിരലിലെണ്ണാവുന്നവർക്ക് മാത്രമേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അവസരങ്ങളുള്ളൂ. ഞാൻ ഇന്നലെ കേരളത്തിലെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് വിളിച്ചു ചോദിച്ചിരുന്നു, ഒരാൾക്ക് റെക്കമെൻഡിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എന്നോട് പറഞ്ഞത് 15 ആളുകൾക്ക് അവസരമുള്ളൂ, 168 അപേക്ഷയാ വന്നിട്ടുള്ളത്. 168. ഇവിടെ തന്നെ മൗലവിനോട് ചോദിച്ചാൽ മനസ്സിലാവും. 200ന്റെയും 300ന്റെയും 500ന്റെയും മേലെ വന്നിട്ടാണ് കുറച്ച് ആളുകൾക്കുള്ള സൗകര്യം. ആ സൗകര്യങ്ങൾ പരിമിതമാണ്. എന്തുകൊണ്ട് പരിമിതമാകുന്നു? അവത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നിടത്ത് പരിമിതമായ സൗകര്യങ്ങളേ ഉള്ളൂ. എല്ലാവർക്കും അവസരം കൊടുക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അതിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. ആ എത്തിപ്പെടാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടവരാ. ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ഖുർആൻ പഠിക്കുന്നവരാണ്. അവിടെ തീരുന്നില്ല, വഅല്ലമഹു, അത് പഠിപ്പിക്കുന്നവരാണ്. ആരാ ഈ പഠിപ്പിക്കുന്നവര്? അതിന്റെ ഉസ്താദുമാര് മാത്രല്ല. അതിനുവേണ്ടി ഹാഫിളീങ്ങളെ വേറുള്ള സ്ഥലത്തുനിന്ന് കൂട്ടിക്കൊണ്ടുവന്നവർക്കല്ല ഉത്തരവാദിത്വം. ഒരു പ്രദേശത്ത്, ആ നാട്ടിൽ, ആ സമൂഹത്തിൽ ഖുർആനിക പഠനം വ്യാപകമാക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും ചെയ്തു കൊടുക്കേണ്ടതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്നും കേരളക്കരയിൽ കോടിക്കണക്കിന് വഖഫ് സ്വത്തുക്കളുണ്ട്. ആ സ്വത്തുക്കളൊക്കെ ഒരു സുപ്രഭാതത്തിൽ പടച്ചോൻ മാത്രം നിശ്ചയിച്ച് ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചതല്ല. അള്ളാഹ് ആദ്യമേ കാണിച്ചു കൊടുത്ത കുറച്ച് ഭാഗങ്ങൾ വഖഫിന് വേണ്ടി മുൻഗാമികൾ മാറ്റിവെച്ചതല്ല. മറിച്ച് കാലങ്ങൾക്കപ്പുറം എന്റെ ഉമ്മത്തിന് ഈ പള്ളിയും അനുബന്ധ കാര്യങ്ങൾക്കും ഉപകാരപ്പെടണം എന്ന പരലോക ബോധത്തോടുകൂടി ആളുകൾ നിയ്യത്ത് വെച്ച് നീക്കിവെച്ചതാണ് വഖഫ്.
ആ വഖഫ് സ്വത്ത് അവർ കണ്ടുവച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളെ മക്കൾക്ക് വേണ്ടി ഈ സ്ഥാപനങ്ങളെ പോലെ ഏറ്റവും മനോഹരമായ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മളുടെ ബാധ്യതയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. കേരളക്കരയിൽ അന്ധവിശ്വാസങ്ങൾ കുറഞ്ഞതല്ല, കൂടിയതാ. മഹാനായ മർഹൂം AP അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹത്തിന്റെ അവസാനത്തെ സമ്മേളന പ്രസംഗത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട്. ഒരു നൂറ്റാണ്ട് മുൻപ് കേരളക്കരയിൽ മുജാഹിദ് പ്രസ്ഥാനം തുടക്കം കുറിക്കുമ്പോ ഏറിയാടിൽ വെച്ച് ഐക്യസംഘമായി ആരംഭം കുറിക്കുന്ന സമയത്ത് നമുക്ക് നിഷേധിക്കാനുള്ളതും നമുക്ക് തകർക്കാനുള്ളതും നമുക്ക് ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ളത് വിരളിലെണ്ണാവുന്ന ഖുറാഫാത്തുകളും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങളും മാത്രമായിരുന്നെങ്കിൽ 100 കൊല്ലത്തോടടുക്കുമ്പോ പലതും കുറഞ്ഞതല്ല, കൂടിയതല്ല. അല്ലേ? ചിന്തിച്ചു നോക്കൂ. മുൻപൊന്നും കേൾക്കാത്ത നിലക്കുള്ള കെട്ടുകഥകൾ വന്നു, മുമ്പൊന്നും കേൾക്കാത്ത നിലക്കുള്ള ആഘോഷങ്ങൾ വന്നു. ഒരു കാലത്ത് റബീഉൽ അവ്വൽ 12 മാത്രം കേരളത്തിലെ ചില പള്ളികളും ഇറാഖിലെ ഷിയാക്കളുടെ പള്ളികളും മാത്രം തോരണങ്ങൾ വെച്ചും ബൾബുകൾ വെച്ചും അലങ്കരിച്ച് മൂക്കമുട്ട രീതിയിൽ ഭക്ഷണങ്ങൾ പാകം ചെയ്ത് ആഘോഷപൂർവ്വം ഇശൽ നൈറ്റുകൾ സംഘടിപ്പിച്ചൊരു കാലഘട്ടം ഇറാഖിലെ തിക്രീത്തിൽ ഷിയാക്കളുടെ നാട്ടിലും കേരളത്തിലെ ചില നാട്ടുകളിലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് കാലഘട്ടം മാറിയപ്പം അന്ധവിശ്വാസം കുറഞ്ഞതല്ല, ബിദ്അത്തുകൾ ഇല്ലാണ്ടായതല്ല. ഒരു ദിവസം മാത്രമായിരുന്നു നബിദിനമെങ്കിൽ ഇന്ന് റബീഉൽ അവ്വൽ 1 മുതൽ 30 ദിവസം വരെ പള്ളിയുടെ മിനാരത്തിലൂടെ മൈക്കുകളിലൂടെ അത്തരത്തിലുള്ള മാലപ്പാട്ടുകൾ പാടുന്നതോടൊപ്പം മാസങ്ങളും ദിവസങ്ങൾ കഴിഞ്ഞാലും വർണ്ണശബളമായ രീതിയിൽ ബൾബുകൾ തൂക്കി അലങ്കരിക്കുന്നത് മുതൽ ഇക്കഴിഞ്ഞ റമദാനിൽ നോമ്പിന്റെ 17ാമത്തെ രാവിൽ ബദറിന്റെ ദിനമെന്ന പേരിൽ ആ ബദരീങ്ങളോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ബദരീങ്ങളെ കാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം 314 ആടുകളെ അറുത്ത് ആ ദിവസത്തിന്റെ പോരിശ അവരോടുള്ള പ്രാർത്ഥനയാണെന്ന് ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ആശുപത്രിയിൽ പോകരുത് എന്നും ഗർഭിണികളായ സ്ത്രീകൾ വീട്ടിൽ നിന്ന് പ്രസവിക്കട്ടെ എന്നും ഒരു പെണ്ണ് 4 കൊല്ലം വരെ അവളുടെ ഉദരത്തിൽ ഗർഭം കൊണ്ടു നടക്കുമെന്നും ഏതെങ്കിലും ഡോക്ടറുടെ അടുത്തുപോയി പെൺകുട്ടിയെ പ്രസവിപ്പിക്കാൻ ഇസ്ലാമിൽ തെളിവില്ലെന്നും വാദിക്കുന്ന അന്ധവിശ്വാസത്തിന്റെ അല്ലെങ്കിൽ മതനിഷേധത്തിന്റെ ഇല്ലാത്ത കഥകൾ, കെട്ടുകഥകൾ അവതരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ കേരളക്കരയിൽ ഇന്ന് വരെ കാണുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ ഈ സമൂഹത്തിന് ഉണ്ടാക്കാൻ വേണ്ടി പണിയെടുത്തവർ നമ്മളെ മുൻഗാമികളായിരുന്നു, നമ്മളെ മുൻകാലഘട്ടത്തിലുള്ളവരായിരുന്നു. ചിന്തിച്ചു നോക്കൂ. 9 മാസം ഗർഭിണികളായ സ്ത്രീകൾ നഫീസത്ത് മാല കുടിക്കാൻ പള്ളിയിൽ ക്യൂ നിന്നൊരു കാലഘട്ടം കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു. ആശുപത്രിയിൽ പോകരുതെന്നും പള്ളിയിലെ ഉസ്താദുമാർ പിഞ്ഞാണത്തിൽ നഫീസത്ത് മാല എഴുതി അത് കുടിപ്പിച്ചാൽ മാത്രമേ പ്രസവിക്കാവൂ എന്ന് കൽപ്പന കൊടുത്തിരുന്ന ഒരു കാലഘട്ടം. മന്ത്രിച്ചൂതിയ ഏലസുകളെ കൊണ്ട് അപസ്മാരം മാറാൻ ക്യൂ നിന്നൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നിന്ന് ഈ ഉമ്മത്തിനെ ആര് മാറ്റിയെടുത്തതാ? ഒരു പ്രവാചകൻ നിയോഗിക്കപ്പെട്ടതല്ല. വക്കം മൗലവിയെ പോലെ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ, അബുസബാഹ് മൗലവിയെ പോലെ, MV പോലെ, അലവി മൗലവിയെ പോലെ, അമാനി മൗലവിയെ പോലെ, AP അബ്ദുൽ ഖാദർ മൗലവിയെ പോലെ, മർഹൂം M മുഹമ്മദ് മദനിയെ പോലെ കേരളത്തിന്റെ മുക്തമൂലകളിലേക്ക് കയറി ചെന്ന് അള്ളാഹുവിന്റെ ദീന് ഈ പറയുന്ന പുരോഹിതന്മാര് വിശദീകരിക്കുന്ന രീതിയല്ലെന്നും അതെല്ലാം കെട്ടുകഥകളും അന്ധവിശ്വാസങ്ങൾ മാത്രമാണെന്നും ഇസ്ലാം ചൂഷണമുക്തമായ ദീനിന്റെ നേർവഴി ഇന്നതാണെന്നും അവര് ബോധ്യപ്പെടുത്തി കൊടുത്തതായിരുന്നു എനിക്കും നിങ്ങൾക്കും ഈ വെളിച്ചം കിട്ടാനുള്ള കാരണം. അതുകൊണ്ട് ഉമർ മൗലവി അദ്ദേഹത്തിന്റെ ഓർമ്മകളുടെ തീരത്ത് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് സെയ്ദ് മൗലവിയെ കുറിച്ച്. വായിച്ചവർക്കറിയാം. കോഴിക്കോട് കടപ്പുറത്ത് നിന്ന് കടപ്പുറം പള്ളിയിൽ പ്രസംഗിച്ച് കൊയിലാണ്ടി വടകരയിലേക്ക് നടന്നു പോകുമ്പോ കൊയിലാണ്ടി കടപ്പുറത്തെത്തുന്ന സമയത്ത് ചില കച്ചവടക്കാര് പറഞ്ഞു, മൗലവി നിങ്ങളൊരു 5 മിനിറ്റ് ഇവിടെ പ്രസംഗിക്കോ. തന്റെ കയ്യിലുള്ള ബാഗ് തരികിലുള്ള മേശപ്പുറത്തേക്ക് വെച്ച് എഴുന്നേറ്റ് നിന്ന് ഹംദും സ്വലാത്തും ചൊല്ലി അള്ളാഹുവിന്റെ വാക്കുച്ചരിച്ചപ്പോഴേക്കും ചീറിപ്പാഞ്ഞു വന്നൊരു കരിങ്കല്ല് കഷണം സെയ്ദ് മൗലവിയുടെ ചുണ്ടും പല്ലും പൊട്ടിച്ചു. ചോരിയൊലിക്കുന്ന പല്ലുമായി വായിലുള്ള പല്ല്, വായിലുള്ള രക്തം കാലിന്റെ അടിയിലെ മണലിലേക്ക് ആഞ്ഞു തുപ്പി വീണ്ടും അരമണിക്കൂർ പ്രസംഗിച്ച് ആ ബാഗും ഒക്കത്ത് വെച്ച് വടകരക്ക് നടന്നു പോകുന്ന സെയ്ദ് മൗലവിയെ തൊട്ട് അല്ലെങ്കിൽ ആ മൗലവിയുടെ ത്യാഗ
കാലത്തെക്കുറിച്ച് ഉമർ മൗലവി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ടെങ്കിൽ അന്ന് സെയ്ദ് മൗലവിയും അമാനി മൗലവിയും അലവി മൗലവിയും കണ്ട സ്വന്തമാ മനുഷ്യരെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, ഇന്ന് നമുക്ക് കിട്ടുന്ന ഈ സ്വാതന്ത്ര്യം ശരി എങ്കിൽ വരാനിരിക്കുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഇന്നത്തെ കാലഘട്ടത്തിൽ മക്കളുടെ മനസ്സിൽ ലിബറലിസം കുത്തിവെച്ചു അല്ലേ? എന്തുകൊണ്ടാ നിരീശ്വരവാദം കൂടിയത്? എന്തുകൊണ്ടാ ഭൗതികവാദം കൂടിയത്? എന്തുകൊണ്ടാ ലിബറലുകൾ കൂടിയത്? വളരുന്ന മക്കളോട് ബോധ്യപ്പെടുത്തി കൊടുത്തു ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, അടിച്ചു പൊളിച്ച് ജീവിക്കണം. ആ അടിച്ചു പൊളിച്ചുള്ള ജീവിതത്തിന് നിങ്ങൾക്ക് ഭംഗം വരുത്തുന്നത് മതമാണെങ്കിൽ ആ മതത്തെ വേണ്ടാന്ന് വെക്കണം. ഞാൻ എന്തുകൊണ്ടാ കള്ളു കുടിക്കാത്തത്? എന്റെ വാപ്പ കുടിക്കല്ല മോനെ എന്ന് പറഞ്ഞതുകൊണ്ടല്ല. ഞാൻ എന്തുകൊണ്ടാ വ്യഭിചരിക്കാത്തത്? വ്യഭിചരിക്കല്ലേ നിന്റെ അമ്മ പറഞ്ഞതുകൊണ്ടല്ല. മറിച്ച് എന്റെ മതം, എന്റെ റബ്ബെന്നോട് പറഞ്ഞു ഇന്നഹു കാന ഫാഹിശതൻ, അത് മ്ലേച്ഛമാണ് എന്ന് എന്റെ റബ്ബെന്നോട് പറഞ്ഞു. ഒരിക്കലും കള്ളിലേക്ക് പോകരുത് എന്ന്. ശരി, എനിക്ക് ആ മതമില്ലെങ്കിലോ ഞാൻ ആ മതം പൊട്ടിച്ചെറിഞ്ഞു. എനിക്ക് കുടിക്കാം, എനിക്ക് കളിക്കാം, എനിക്ക് വലിക്കാം, എനിക്ക് വ്യഭിചരിക്കാം, എനിക്ക് ഏത് നട്ടപ്പാതിര നേരത്തും റോട്ടിലിറങ്ങാം, എനിക്ക് പെണ്ണിന്റെ വസ്ത്രം ധരിക്കാം, എനിക്ക് ലിബറലാവാം. ആ ലിബറലിസമാണ് മക്കളുടെ മനസ്സിൽ ഇന്ന് ചിലർ കുത്തിവെച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുത്തിവെക്കപ്പെട്ടതുകൊണ്ടാണ് കല്യാണം വേണ്ടെന്നും വൈവാഹിക ജീവിതം ബാധ്യതയാണെന്നും ഗർഭം ധരിക്കലും മുലയൂട്ടലുമൊക്കെ ഇനി അങ്ങോട്ട് നടക്കരുത് എന്നും, ആണ് വീട്ടിലിരിക്കട്ടെ, പെണ്ണ് പണിയെടുക്കട്ടെ, പെണ്ണാണിനെ പോറ്റട്ടെ എന്ന ലിബറൽ മനോഭാവത്തിലേക്ക് നമ്മളെ മക്കളെ ഈ ലിബറലുകൾ കൊണ്ടെത്തിച്ചു. ആ ചിന്തയോടൊപ്പം ജീവിതത്തിന്റെ ആസ്വാദനം ലഹരിയിലാണെന്ന് അവർ മക്കളെ ബോധ്യപ്പെടുത്തി കൊടുത്തു. ചുണ്ടിലെരിയുന്ന സിഗരറ്റ്, നാവിനടിയിൽ തിരികൽ, മൂക്കിലേക്ക് വലിച്ചു കയറ്റൽ, ഞരമ്പുകളിൽ കുത്തിത്തായ്ത്തൽ ആണത്തത്തിന്റെ ലക്ഷണമായി കേരളീയ മനസ്സുകളിലേക്ക് മീഡിയകളിലൂടെയും സിനിമകളിലൂടെയും അവതരിപ്പിച്ചു. അതുകൊണ്ടാണല്ലോ മുഖ്യധാര കേരളത്തിന്റെ മക്കൾ പോലും വയലൻസ് ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഏതാനും മാസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ ഉദ്ഘാടനം ചെയ്യാൻ വന്നത് ഒരു യൂട്യൂബർ ആയിരുന്നു. എന്തേ അദ്ദേഹത്തിന്റെ ക്വാളിറ്റി? കഴിക്കുന്ന ഭക്ഷണം ആമാശയത്തിന് പകരം അടിവസ്ത്രം പൊക്കി ആസന്നത്തിലേക്കിടും. അദ്ദേഹത്തിന് ആരാധകരുണ്ടായി. ഏതാണ് ആരാധകര്? 8 വയസ്സുകാരൻ മുതൽ 15 വയസ്സുകാരൻ വരെ. ഉദ്ഘാടനം ചെയ്യാൻ വന്ന ആ മനുഷ്യനെ കൊണ്ട് റോഡ് ബ്ലോക്കായി. ആരാധകരായ മക്കളെ കൊണ്ട് ആ മക്കളോട് പിരിഞ്ഞു പോകാൻ പോലീസുകാർ ആവശ്യപ്പെട്ടു. പോകുന്നില്ല. അവസാനം യൂട്യൂബറോട് തിരിച്ചു പോകാൻ വേണ്ടി കൽപ്പിച്ചു. തിരിച്ചു പോകുന്ന യൂട്യൂബറെ നോക്കി 8ാം വയസ്സിലേക്ക് എത്തി നിൽക്കുന്ന ചെറുക്കൻ കുട്ടി, കൗമാരക്കാരൻ, അന്ന് പോലീസുകാരോട് പറഞ്ഞത് ഞങ്ങളെ യൂട്യൂബറെ വിട്ടു തന്നിട്ടില്ലെങ്കിൽ കേരളം ഞങ്ങൾ കത്തിക്കുമെന്നായിരുന്നു. വയലൻസിലേക്ക് എത്തി നമ്മളെ മക്കൾ. കൊലച്ചു നിൽക്കുന്ന വാഴ കത്തിയെടുത്ത് കുത്തുന്ന മകനോട് ഉപ്പ ചോദിച്ചു, മോനെ ഇതെന്താ? ഇന്നലെ കണ്ട സിനിമയിൽ തന്റെ എതിരാളിയെ, തന്റെ യജമാനനെ അല്ലെങ്കിൽ തന്റെ എതിരാളിയെ, വില്ലനെ നായകൻ കുത്തുന്നത് അണച്ചുകൂട്ടിപ്പിടിച്ച് തന്റെ വയറിലേക്ക് കുത്തി താഴ്ത്തി 2 പിരിവിരിക്കുന്നതാണെങ്കിൽ കൊലച്ച വായകിലേക്ക് കത്തികൾ കുത്തിത്താഴ്ത്തുന്ന മക്കളിൽ നിന്ന് ഉമ്മാന്റെ തല വെട്ടിപ്പൊളിക്കുന്ന മക്കളായി മാറി. ഗ്യാസും കുത്തിക്കൊണ്ട് തല തല്ലിപ്പൊളിക്കുന്ന മക്കളായി മാറി. കുടുംബത്തിലെ 6 എണ്ണത്തെ നിഷ്കരണം കൊന്നൊടുക്കുന്ന 24 വയസ്സുകാരനായി. അവിടെയും തീരാതെ പേനക്കത്തികൊണ്ട് വിദ്യാരംഭം കുത്ത് ഹരിശ്രീ എന്ന് മക്കളെ പഠിപ്പിച്ചപ്പം നഞ്ചക്കുകൊണ്ട് സഹപാഠിയുടെ തല തല്ലിപ്പൊളിച്ച് ഒരു മനസ്സാക്ഷി കുത്തുമില്ലാതെ പരീക്ഷ എഴുതാൻ ഗവൺമെന്റിന്റെ പ്രൊട്ടക്ഷനോടുകൂടി ഇന്നത്തെ സാഹചര്യം സമ്മതിക്കുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, മക്കൾ നമ്മളുടെ അമാനത്ത. അവരെ ശ്രദ്ധിക്കണം, അവരെ പരിപാലിക്കണം, അവരെ ചേർത്ത് പിടിക്കണം, അവർക്ക് ദീനിന്റെ വഴി കാണിച്ചു കൊടുക്കണം. ദീനീ സ്ഥാപനങ്ങൾ ഓരോ നാട്ടിലും വിളക്കു ഗോപുരങ്ങളായി നിലനിൽക്കണം. പക്ഷെ ഇന്നതിന് സാധിക്കുന്നില്ല. ഇന്ന് പലതിലും പള്ളി പോലും ചില നാട്ടിൽ എങ്ങനെയോ കഴിഞ്ഞു പോകാന്നാ പറയല്. ഞാൻ ഇന്നാളൊരു നാട്ടിൽ ചെന്നപ്പം അന്ന് അവിടെ 2 വിഭാഗങ്ങളായിട്ട് റോട്ടുമേൽ വർത്താനം പ്രസംഗം പഠനം നടക്കുന്നുണ്ട്, റോട്ടുമേൽ വർത്താനം നടക്കുന്നുണ്ട്. എന്താ കാരണം എന്ന് ചോദിച്ചപ്പോ വരിസംഖ്യ 20% കൂട്ടി. അതാ പ്രശ്നം. 20% വരിസംഖ്യ കൂട്ടിയതിന് റോട്ടുമത്തല്ല. പെരുന്നാൾ പണം 150 150 ആക്കിയതിന് റോട്ടുമത്തല്ല. പിന്നെ വാപ്പാന വിളിയായി, തമ്മുത്തല്ലായി. ഓരോരുത്തരും തിന്നുന്നതിനും കുടിക്കുന്നതിനൊന്നും കണക്ക് വെക്കുന്നില്ലെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്നതിന് വലിയ കണക്കായിക്കൊണ്ടിരിക്കുക. എല്ലാവരും ഇല്ലട്ടോ. നേരത്തെ ഉനൈസ് സൂചിപ്പിച്ചതുപോലെ വിദേശത്ത് ഒരിക്കലേ ഞാൻ പിരിവിന് പോയിട്ടുള്ളൂ, 2009
പിന്നെ ഞാൻ പോയിട്ടില്ല. ഈ പറഞ്ഞതുപോലെയുള്ള പല അനുഭവങ്ങളും ജീവിതത്തിൽ വന്നപ്പോ അന്ന് ഞാൻ എന്റെ ഒരു പ്രസംഗത്ത് പറഞ്ഞിട്ടുണ്ട്, 23 ദിവസം ഞാൻ അവിടെ നിന്നു, ഒരു മാസത്തേക്ക് ചെന്നിട്ട് ഒരു ഉറുപ്പ്യ കിട്ടിയിട്ടില്ല. നാട്ടുകാര് വിചാരം ഗൾഫ് പോയ ആളിങ്ങനെ പറിച്ചു കൊണ്ടുവരില്ല പൈസ, അത്രക്ക് എളുപ്പമാണ്. നാട്ടിൽ എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടാവുമ്പോഴേക്കും ആദ്യം തന്നെ പറയും 2 മൗലവിമാർ നമുക്ക് ഗൾഫിക്ക് വിടാം. അവിടെ അങ്ങനെ ചുറ്റച്ച മാതിരി എടുത്തുനിന്ന് പോരാനാ വിചാരം. എല്ലാരും അങ്ങനെ അല്ലട്ടോ, പോയവർക്കും അറിയാം, കൊടുക്കുന്നവർക്കും അറിയാം. അവിടെ കൊടുക്കാൻ മനുഷ്യന്മാരുള്ളതുകൊണ്ടാ മനുഷ്യരെ നമ്മളെയൊക്കെ ഒരു പവറ്. ഇത് കൊടുക്കാന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഒരു വലിയ നിയമത്താ, അതെല്ലാവർക്കും കിട്ടൂല. നിസ്കാരവും നോമ്പൊക്കെ എല്ലാവർക്കും കിട്ടും, അതല്ല ഈമാൻ. അത് ഈമാന്റെ എത്രയോ താഴാന്നാ ഞാൻ പറയല്. കാരണം നിസ്കരിക്കാൻ കൂലിയൊന്നുമില്ല. നാളെ വാരങ്ങാടിയിലെ പള്ളിയിൽ നിങ്ങൾ ഒരു ബോർഡ് വെക്കി, നിസ്കാരത്തിന് 500 റുപ്യ, ഒതുവിന് 100 റുപ്യ, ഒരാഴ്ച കൊണ്ട് കൂട്ടിയിടേണ്ടി വരും. കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു അധ്വാനം തന്നെയാണ്, ഒരു മനസ്സാണ്. അവനാ നയിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയതിൽ നിന്ന് നാളെ എന്റെ കബറിലേക്ക് എന്നും പറഞ്ഞിട്ട് നീക്കി വെക്കുക, കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈമാനുള്ളവനെ നടക്കൂ. അവനാന്റെ ടെൻഷൻ അടിച്ചിട്ടും ത്യാഗം ചെയ്തുണ്ടാക്കിയ മുതൽ നിന്ന് ഒരു മാംസകഷണം അരിഞ്ഞെടുക്കുന്നത് പോലെയാ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ. അതെല്ലാവർക്കും ഉണ്ടാവൂല, ചില മനസ്സിനെ ഉണ്ടാവും. നമ്മളൊക്കെ നാട്ടിൽ പറയില്ലേ, ആള് നല്ല ഒത്താശയാ, എല്ലാത്തിനും മുന്നിലുണ്ടാവും. എന്താ കുഴപ്പം? ഇറക്കാൻ വലിയ പാടാ, കിട്ടാൻ വലിയ പാടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മദീന മുസല്ലയിൽ വെച്ചിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ഒരു തവ്വല് പോലത്തെ ഒരു തോർത്തുമുണ്ട് കൊടുത്തിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ബിലാൽ താങ്കൾ സ്ത്രീകളുടെ ഇടയിലൂടെ ഒന്ന് നടന്നു വരണം. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ് ഉറക്കെ പറഞ്ഞു, സഹാബ പെൺമക്കളെ, അള്ളാഹുവിന് കടം കൊടുക്കാൻ ആരുണ്ട്? ഒന്നല്ല 1000 ആക്കി തിരിച്ചു തരും. ബിലാൽ റളിയല്ലാഹു അൻഹു തിരിച്ചിങ്ങനെ വന്നു റസൂലിന്റെ മുൻപിൽ നിന്ന് കാണിച്ചു കൊടുക്കും, നബിയെ ആ തട്ടം നിറയെ ആഭരണങ്ങൾ. ഇന്നൊരു തട്ടും കൊടുത്ത ഒരാളെ പറഞ്ഞേക്കും. ഇന്ന് നമുക്ക് ബേജാറെന്താണെന്നറിയാമോ? പുരയിലുള്ള 15 പവന് സക്കാത്ത് കൊടുക്കണല്ലോ എന്നുള്ള ബേജാറ്. ഒരു 2.5% മാറ്റിവെക്കുക എന്നുള്ളത് പോലും ആശങ്കയായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. എല്ലാവരും അത്തരക്കാരെന്ന് ഞാൻ പറയുന്നുണ്ട്. കൊടുക്കുന്നവരെ കൊണ്ട് തന്നെയാ ഇതുപോലത്തെ സ്ഥാപനം നിലനിന്നു പോകുന്നത്. ഒരു പ്രതീക്ഷയില്ലാണ്ട് തുടങ്ങിയിട്ട് ഈ സ്ഥാപനം ഈ അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ കുട്ടികളുടെ ഓരോ സ്റ്റാറ്റസ് ഇങ്ങനെ വെക്കുമ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെടാറുണ്ട്, ആഗ്രഹിക്കാറുണ്ട്. ഞാനും സ്വപ്നം കാണാറുണ്ട്, നമ്മളെ മക്കള്, എന്റെ മോന് എന്നുള്ളതൊക്കെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നതൊക്കെ. ഇതിന്റെയൊക്കെ കൂലി പോകുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരിലേക്കാണ്. ഗൾഫിൽ പോയാൽ കാണാനുള്ള 23 ദിവസം ഞാൻ നിന്നു. നാട്ടിൽ നിന്ന് ആൾക്കാർ ചോദിക്കാം, തികഞ്ഞൊക്കെ ഇങ്ങ് തിരിച്ചു പോരിട്ടോ, ഒരു ഉറുപ്പ്യ ആടുന്നൊരു ചായ കുടിക്കാൻ കിട്ടിയിട്ടില്ല. അതെങ്ങനെയാ കഴിച്ചപ്പാട്? അവസാനം 24ാമത്തെ ദിവസം ഒരു 5-6 മലയാളികളുള്ള റൂമുകൾ, 5 റൂമുകളാണ്. അവിടെയുള്ള 10-25 ആളുകൾക്ക് ക്ലാസ് എടുത്തിറങ്ങുമ്പോ ഒരു സാധുവായ മനുഷ്യന്റെ അടുത്തൊന്ന് വെച്ചു, നിങ്ങൾ വന്നിട്ട് എന്തെങ്കിലും കിട്ടിയോ? ഞാൻ പറഞ്ഞു, ഒരു സാധനവും കിട്ടിയിട്ടില്ല. അയാളിൽ നിന്നൊരു 100 ദിർഹം എടുത്തില്ല. അയാൾക്ക് 800 ദിർഹം അവിടെ ജോലി. ഈ പിസ്സ ബൈക്കുമ്പലും വലിയ ബിൽഡിങ്ങിന്റെ മുൻപിലൊക്കെ എത്തിച്ചു കൊടുക്കും, മൺമിറ്റ് വ്യത്യാസത്തിൽ. ഞാൻ പറയാറുണ്ട്, നമ്മളിങ്ങനെ കാറിൽ പോകുമ്പോൾ കാണാൻ പറന്നു പോകുന്നു പിസ്സന്റെ ഒരു വണ്ടി. അയാൾക്ക് അത് കൊടുത്തിട്ട് വേണം അടുത്ത ഓർഡർ പിടിച്ചിട്ടോ അവന്റെ കുടുംബം നോക്കാൻ. ആ മനുഷ്യൻ 100 ദിർഹം എടുത്തില്ല. അന്ന് ഞാൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ച, നേഴ്സിനോട് പോണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇനി ഞാനൊരു പിരിവിന് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അവിടുന്ന് ഇങ്ങോട്ട് 15 കൊല്ലമായി ഞാൻ പോയിട്ടില്ല. കാരണം തരാത്തതുകൊണ്ടല്ല, തരുന്നതൊക്കെ ഒരേ കൂട്ടര്. മുഷിപ്പില്ലാതവർ കാത്തിരിക്കുന്നു, സംസാരിക്കുന്നു, അവരെ അധ്വാനത്തിൽ നിന്ന് നമുക്ക് തരുന്നു. കൂടെ ചിലപ്പോ ഒരു ഹദി, ഒരു അത്തർകുപ്പിയൊക്കെ തരുമ്പോ പഠിച്ചോ, ഈ മനുഷ്യന്മാർക്കൊക്കെ ഇനി ഒരുപാട് കൊടുക്കണേ റബ്ബേ എന്ന് കണ്ണ് നിറഞ്ഞു പറഞ്ഞു വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണല്ലോ. ഞാൻ പറയാറുണ്ട്, ചിലർക്ക് ബക്കറ്റ് ഇങ്ങനെ വിരിക്കും. ഞാൻ നാളൊരു വേറൊരു വിഭാഗത്തിന്റെ ഒരു ഇതിലും ചെന്നു പ്രസംഗിക്കാൻ. അവരെന്നെ ഒരു ക്ലാസ്സിന് വേണ്ടി വിളിച്ചതാണ്. എന്റെ പ്രസംഗത്തിന്റെ തൊട്ടു മുൻപ് ഒരു പിരിവാ, ഒരു തലക്കെട്ടുള്ള ഒരു മൊലിയാർ ഇങ്ങനെ വിളിച്ചിട്ട് ആവശ്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ പറയും, 5 ചാക്ക് അമതങ്ങി കൊടുക്കണം, 10 ചാക്ക് ഗഫുറയ്ക്ക് കൊടുക്കണം. ആടുന്ന് തന്നെ ഏകദേശം ഒരു 250 ചാക്ക് അരി കിട്ടി ബിരിയാണി ചലഞ്ചിൽ. ഞാൻ പറയാറുണ്ട്, കുറ്റം പറയല്ലോ, അങ്ങനെ ചിന്തിക്കുകയില്ല. നമ്മളിങ്ങനെ ആടുന്ന് ബക്കറ്റ് വരുന്നു നോക്കും, പള്ളിയിൽ വടച്ച തമ്പുരാന് വരുന്നുണ്ട്. ഇപ്പുറത്തേക്ക് എടുത്തു കൊടുക്കുന്ന ആളുകളുണ്ട്. ഉള്ളത് വെള്ളിയാഴ്ച ആണല്ലോ, എന്തെങ്കിലും ആരെങ്കിലും ചോദിക്കല്ലോ എന്ന് കരുതി പോക്കലിട്ട് കൊണ്ടുവരുന്നവരുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്ത് കൊടുത്തതേ നാളെ ബാക്കി ഉണ്ടാവും.
ഒരു കവറിലേക്ക് നിങ്ങളെ പൊന്നൊന്നും ആരും വെക്കൂലന്മാര്. നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളെ ബ്രേസ്ലെറ്റ് നിങ്ങളെ കഴുത്ത് കിടക്കുന്നത്, നിങ്ങളെ കൈമ കിടക്കുന്നത്, ഇപ്പോഴും മുറിച്ചു മാറ്റാൻ പറ്റാതെ കൈമ കുടുങ്ങി കിടക്കുന്ന വള, അതൊക്കെ പൊട്ടിച്ച് മാറ്റിയിട്ട് നിങ്ങളെ പടച്ച മണ്ണ് കൊണ്ടെക്കും, കുടുംബക്കാര് വെക്കും. ആ കുണ്ടക്കുന്നതിന്റെ മുൻപ് ഒരു പവന്റെ ഒരു കാപ്പണ തൂക്കം പടച്ചോന്റെ മാർഗത്ത് കൊടുത്തു നിങ്ങൾ. ഏറ്റവും മനസമാധാനത്തോടെ ഒരു പക്ഷേ അതായിരിക്കും നാളെ ആഹാരത്തിൽ നമുക്ക് കാണാനുണ്ടാകുക. എല്ലാവരും, ഞാൻ അവസാനിപ്പിക്കുക, കാരണം ഏത് സ്ഥാപനവും നിലനിന്നു പോകണമെങ്കിൽ നമുക്ക് ഈ ഒരു സാമ്പത്തികമായിട്ടും പ്രാർത്ഥനയായിട്ടും കൂടെ ഉണ്ടാവണം. അത് നമ്മളിൽ നിന്ന് നമ്മളുടെ പരലോകത്തിന് വേണ്ടി കിട്ടുന്നു എന്നുള്ളൊരു മനസ്സ്. ഈ പള്ളിയിൽ നിന്ന് നിസ്കരിച്ച കൂലി അറബിക്കല്ല, നാട്ടിലുള്ള കുറച്ച് ആളുകൾക്കാന്ന് ചിന്തിച്ചു നോക്കിങ്ങൾ. പള്ളിക്കാട്ട് കൊണ്ടെക്കുന്ന മുതൽ അതൊരാശ്വാസമായിരിക്കും. നമ്മൾ നിസ്കരിക്കാൻ വന്ന പള്ളിയിലുള്ള ഒരു ബാത്റൂമിലെ പാട്ട പൊട്ടിയാൽ നമ്മൾ അടുത്ത ജനറൽ ബോഡിക്ക് കാത്തുക. എന്തിന്? ബാത്റൂമിൽ ഒരു മാസമായി പാട്ട പൊട്ടി കിടക്കാന്നറിയാം. ഒരു 20 ഉറുപ്പിന്റെ പാട്ട വാങ്ങിക്കൊണ്ട ചപ്പടച്ചോനെ എനിക്ക് കൂലി നല്ല ചിന്തിക്കുക. ജനറൽ ബോഡി എന്നാ 6-ാം തീയതി അല്ലേ, എന്നാ ലീവാ, എനിക്ക് വരാൻ എന്താ ചോദിക്കാനുള്ളത്? ബാത്റൂമിലെ പൈപ്പ് പൊട്ടി. എല്ലാരും അത്തരക്കാര് നല്ലട്ടോ. നമ്മളെ ഉള്ളു മാറുമ്പോഴേ, നമ്മളെ ഹൃദയം മാറുമ്പോഴേ നമുക്ക് മാറ്റം ഉണ്ടാവും. ഒരു കോഴിമുട്ട പുറത്തെ സമ്മർദ്ദത്തിലാ പൊട്ടുന്നതെങ്കിൽ അതിന് ജീവൻ ഉണ്ടാവില്ല. അതിൽ ഉണ്ണിയും കുറച്ച് വെള്ളവും ഉണ്ടാവും. അതിന്റെ ഉള്ളിലെ സമ്മർദ്ദം കൊണ്ടാണ് പൊട്ടുന്നതെങ്കിൽ അതിലൊരു ജീവൻ ഉണ്ടാവും. ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള വിശ്വാസം കൊണ്ടാണോ മാറുന്നതെങ്കിൽ അതിന് ജീവൻ ഉണ്ടാവും. വെറുതെ വയലിട്ട് നാട്ടുകാരെ ബോധ്യപ്പെടുത്താനാണെങ്കിൽ നിൽക്കാരോ നോമ്പും നന്നാവും, മുതൽമൊന്നും ഇറങ്ങിയില്ല, കൽവിട്ട് നന്നാകുകയില്ല. ഈ തിരിച്ചറിവാണ് അള്ളാഹ് ഓർമ്മപ്പെടുത്തത്. സ്വയം പൊട്ടിച്ചെറിയുന്ന, സ്വയം പൊട്ടിത്തെറിക്കുന്ന ഒരു ഉള്ളുങ്ങൾക്കില്ലെങ്കിൽ, സ്വയം മാറണം എന്നുള്ളൊരു മനോഹരമായ ചിന്ത നിങ്ങൾക്കില്ലെങ്കിൽ, അള്ളാഹ് ഒരാളെ മാറ്റൂല. 30 ദിവസം 60 പ്രസംഗം കേട്ടാലും മാറൂല. കൊടുക്കാനുള്ള ഒരു മനസ്സ്, അത് നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണം. ഇതിനോട് പറയാൻ പറഞ്ഞിട്ടൊന്നല്ലോ ഞാൻ പറയുന്നത്. ഞാനൊരു മഹലിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അന്ന് ഞാൻ അനുഭവിച്ച ഒരുപാട് സങ്കടങ്ങളുണ്ട്. നമുക്ക് കൊണ്ടുപോകാനാണോ എന്ന് തോന്നിപ്പോവും ചിലരുടെ വാപ്പന വിളിയും തെറിയൊക്കെ കേൾക്കുമ്പോൾ. അല്ല, അള്ളാന്റെ ദീന് കുറച്ചാളുകളൊക്കെ ചേർത്ത് പിടിക്കുന്നത് കൊണ്ടാണ് ഇന്നും ഈ സമൂഹത്തിൽ കുറെയൊക്കെ നിലനിന്നു പോകുന്നത്, കുറെ നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഒരിക്കൽ മദീന മിമ്പറിൽ വെച്ച്, മിമ്പറിന്റെ പടിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് ചോദിക്കുന്നുണ്ട്, സഹാബത്തെ, ആരുണ്ട് ഇസ്ലാമിന് കടം കൊടുക്കാൻ? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വലതുഭാഗത്ത് ഇരിക്കുന്നുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു ഇടതുഭാഗത്ത് ഇരിക്കുന്നുണ്ട്. രണ്ടാളും എഴുന്നേറ്റ് 2 ഭാഗത്തേക്ക് അങ്ങ് നടക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അത്ഭുതപ്പെട്ടു. കാരണം എന്താ? എന്തെങ്കിലും അള്ളാന്റെ ഹബീബ് ചോദിച്ച അബൂബക്കറും ഉമറും ഒക്കെ എന്തെങ്കിലും പറയും, വാഗ്ദാനം ചെയ്യും, റസൂലേ ഞാൻ ഇത്ര തരാം. ഇതൊന്നും മിണ്ടാതെയാ പോകുന്നത് രണ്ടാളും. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ മിണ്ടാതെ പോകാനുള്ള കാരണം ഞാൻ എന്തെങ്കിലും കൊണ്ടുവന്ന അതിനേക്കാളും കൂടുതൽ അബൂബക്കർ സിദ്ദീഖ് കൊടുത്തിരിക്കും. അതുകൊണ്ട് ഇപ്രാവശ്യം എനിക്ക് അബൂബക്കർ സിദ്ദീഖിനോട് ഒരു വെട്ടിക്കൽ, അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാളും കൂടുതൽ കൊടുക്കണം എന്നുള്ള നിയ്യത്തോടെ ഞാൻ വീട്ടിക്ക് ചെന്ന് എന്റെ പകുതി സ്വത്തെടുത്ത് ഞാൻ തിരിച്ചു വന്നു. ഞാൻ വന്നു നോക്കുമ്പോ നേരത്തെ വലതുഭാഗത്ത് തലകുനിച്ചിരിക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്, അതേ ഇരിപ്പിടത്തിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് കേൾക്കെ റസൂലുള്ളാന്റെ കയ്യിലേക്ക് ഞാൻ എന്റെ സ്വത്ത് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, റസൂലേ, ഉമറിന്റെ പകുതി സ്വത്ത് ഇസ്ലാമിന് ദാനമായി തന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടെ അതിങ്ങനെ വാങ്ങുമ്പം അറിയാണ്ട് റസൂലുള്ള അങ്ങ് കരഞ്ഞു. റസൂലിന്റെ കണ്ണുനീര് താടിരോമങ്ങൾക്കുള്ളിലൂടെ അങ്ങനെ വരുന്നത് കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നബിയേ, ഞാൻ ഈ ദാനം ചെയ്തത് കണ്ടിട്ടാണോ നിങ്ങൾ കരയുന്നത്? അള്ളാന്റെ ഹബീബ് പറഞ്ഞു, അല്ല ഉമറേ, പിന്നെന്തിനാ റസൂൽ നിങ്ങൾ കരഞ്ഞ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണുനീരോടെ പറയുന്ന ഒരു വാക്കുണ്ട്, ഉമറേ, ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ മക്കയിൽ ഞാൻ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ദഅവത്തിനിറങ്ങിയപ്പോ ശത്രുക്കളാൽ പല പീഡനങ്ങളും ഞാൻ സഹിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു മനുഷ്യനെ തൊട്ട് അള്ളാഹു എനിക്കൊരു സംരക്ഷണം തന്നു. ആ മനുഷ്യൻ എന്റെ കൂടെ വന്നത് മുതൽ അവന്റെ എല്ലാ സഹായം കൊണ്ടും അവൻ എന്നെ സംരക്ഷിച്ചു. എന്റെ വിശപ്പകറ്റി, എന്റെ കൂടെ പോകുന്നവരുടെ വിശപ്പകറ്റി, എന്റെ വിശ്വാസത്തിന്റെ പേരിൽ മൃഗീയമായി പീഡിപ്പിക്കപ്പെടുന്നവർക്ക് ചോദിച്ച വില കൊടുത്ത മനുഷ്യൻ അവരെ മോചിപ്പിച്ചു.
അവസാനം എന്തുണ്ട് ഇസ്ലാമിന് കടം എന്ന് ചോദിച്ചപ്പോ വീട്ടിൽ ചെന്നു നോക്കിയിട്ടും ഒരു ഇരുമ്പ് പോലും ഇല്ലാതെ മദീന പള്ളിയിൽ പട്ടിണി കിടക്കുന്ന സഹാബാക്കളുടെ കൂട്ടത്തിൽ 3 ദിവസം പട്ടിണി കിടക്കുന്ന ആ മനുഷ്യൻ ആരാന്നറിയണോ ഉമറേ? എന്റെ അബൂബക്കർ ഒന്നുമില്ലാതെ തിരിച്ചു വന്ന് കരഞ്ഞിരിക്കുന്ന കാഴ്ചയാണിത്. അബൂബക്കറിന് ദാനം ചെയ്യാൻ കയ്യിൽ ഒന്നുമില്ല പോലും. ഉമർ ഇബ്നുൽ ഖത്താബ് സിദ്ദീഖുൽ അക്ബറിനെ കെട്ടിപ്പിടിച്ചു. അങ്ങനെയായിരുന്നു അവർ അള്ളാഹുവിനെ സ്നേഹിച്ച്, അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിച്ച്. പ്രിയപ്പെട്ടവരെ, ഇനിയും അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനങ്ങൾ വലുതാവണം. ഇതാരെയും ജയിക്കാൻ വേണ്ടിയിട്ടല്ല, തോൽപ്പിക്കാനും അല്ല. നാളെ പടച്ചോന്റെ മണ്ണിലേക്ക് ചേർന്ന് കിടക്കുമ്പോ എന്റെ നാടിന് ഞാൻ ജീവിച്ചതിന്റെ ഒരു അടയാളം ഉണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളും നമ്മളെ മക്കളും മാറാൻ ഇന്ന് റെഡിയാണ്. ഇടക്കാലത്ത് ഒരുപക്ഷെ പിടുത്തം വിട്ടു നമ്മൾ ചിന്തിക്കുന്ന മാതിരി എല്ലാ മക്കളും മോശമൊന്നും അല്ലട്ടോ. പ്രളയം വന്നപ്പം വയനാടിന്റെ ചുരം കയറിയതും ഈ ഉള്ളതും കൂട്ടിപ്പിടിച്ച് യാത്ര ചെയ്തതും ഈ മക്കള് യുവാക്കൾ തന്നെയാണ്. യുവാക്കള് അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ വളരെ മോശം എന്നൊന്നും അഭിപ്രായമല്ല. എല്ലാവരും ലഹരിയിലൊന്നുമില്ല. ഈ കൗമാരങ്ങളെ മക്കളങ്ങോട് നോക്കൂ. ഇക്കഴിഞ്ഞ SSLCക്ക് 4,68,000 പേര് SSLC പരീക്ഷ എഴുതിയിരിക്കും. പക്ഷെ SSLCയുടെ തൊട്ടു മുൻപ് 12 ആളുകൾ ഉണ്ടാക്കിയ പ്രശ്നത്തിന്റെ പേരിൽ എല്ലാ മക്കളോടും ആക്ഷേപ അല്ല. 4,68,000 പേര് ഒരു കുഴപ്പമുണ്ടാക്കാണ്ട് പരീക്ഷ എഴുതാൻ പോയിട്ട്, ഒരു ഉമ്മാനെ വാപ്പാനെ സങ്കടപ്പെടുത്താണ്ട് പോയിട്ടുണ്ട്, ഒരു തല്ലുണ്ടാക്കാതെ പോയിട്ടുണ്ട്. ഈ മക്കൾ മാറാൻ റെഡിയാ. നമ്മൾ ചേർത്ത് പിടിക്കാനാണെങ്കിൽ, പരിമിതമായ സൗകര്യത്തിന്റെ ഉള്ളിൽ ഈ മക്കൾ ഇന്ന് കാണിച്ചത് അത്ഭുതപ്പെടുത്തുന്ന വളർച്ചയാണെങ്കിൽ, സൗകര്യങ്ങളും ചുറ്റുപാടുകളും നന്നാവുമ്പോ, പിന്തുണ നന്നാവുമ്പോ ഇതിനേക്കാൾ മനോഹരമായ ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും. ഓരോ നീതിന്യായ രംഗത്തും ജോലിയുടെ ഭാഗത്തും അറിവിനൊപ്പം തിരിച്ചറിവുള്ള ഈ മക്കളുണ്ടെങ്കിൽ ഒരു ഫാസിസക്കാരനും ഒരു ഇസ്ലാം വിരോധിക്കും ഒരു ശത്രുവിനും ഇസ്ലാമിന്റെ ഒരു ചെറു ചില്ല പോലും അടർത്തി മാറ്റാനാവുകയില്ല. ആ തിരിച്ചറിവിന് വേണ്ടി ബയ്യിന ഇനിയും വളരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അല്ലാഹുവേ ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കുകയും നാളെ പരലോകത്ത് അർഹമായ പ്രതിഫലം കൊണ്ട് ഇതിന്റെ തണലാകുന്നവർക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും പുറത്ത് നിന്റെ സ്വർഗത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകി അവരോട് നീ കാരുണ്യം കാണിക്കണമേ. അല്ലാഹുവേ, ഒരുപാട് കുടുംബങ്ങളിൽ ഒരുപാട് മനസ്സ് വേദനിച്ച് ജീവിക്കുന്നവരുണ്ട്. ആരുടെ സ്വഭാവത്തിനാണ് റബ്ബെ മാറ്റമുണ്ടാകേണ്ടത്? ആ മാറ്റം കൊടുത്ത് എല്ലാ കുടുംബത്തിൽ നീ സ്വസ്ഥതയും സമാധാനവും പ്രദാനം ചെയ്യണമേ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم انصر لغزة. റബ്ബേ, ഗസയിലടക്കം ലോകത്തിന്റെ നാനാഭാഗത്ത് പരീക്ഷിക്കപ്പെടുന്ന ശത്രുക്കളാൽ പീഡിപ്പിക്കപ്പെടുന്ന സഹോദരങ്ങൾക്ക് സമാധാനവും സംരക്ഷണവും നൽകി അവരോട് കാരുണ്യം കാണിക്കണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.